ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും വിടുതലും കർത്താവിനോട് നിങ്ങൾ കൂടുതൽ അടുക്കുവാനിടയായി തീരട്ടെ എന്ന് കർത്താവിൽ ഞങ്ങൾ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് ഷാർജയിൽ നിന്ന്. പ്രിയ കർത്താവിൻ്റെ ദാസിയെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, പ്രൈസ് ലോർഡ്. കർത്താവിൽ സന്തോഷമായിരിക്കുന്നു. കർത്താവിൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ റോണി. ഷാർജ എന്നാ ഞാൻ പറഞ്ഞ, ആക്ച്വലി ഷാർജയാണോ? സൗദി അറേബ്യയിൽ നിന്നാണ് ഞാൻ. ഓക്കെ സോറി, സൗദി അറേബ്യയിൽ നിന്ന്. കർത്താവിൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തട്ടെ. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിങ്ങളുടെ ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും ഹല്ലേലൂയ പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദാസ്യയെ പരിശുദ്ധാത്മാവ് അവിടുന്ന് സഹായിക്കുമാറാകണമേ. വായോടും നാവോടും അങ്ങയുടെ ആത്മാവ് കൂടെ ഇരിക്കുമാറാകണമേ. കേൾക്കുന്ന ജനത്തിന് ആത്മീക വർധന ഉണ്ടാകുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. നെറ്റ്വർക്കിനെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ അല്പസമയം ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. റോണി സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അനുഭവങ്ങളെല്ലാം റോണി സിസ്റ്ററിനെ ഇപ്പോൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. പ്രൈസ് ലോർഡ്. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്ന എൻ്റെ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഈ ജോയ്സ് ടി വിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സിസ്റ്റർ, ഏറ്റവും കർത്താവിൻ്റെ ദാസി പ്രിയപ്പെട്ട സിസ്റ്റർ റേച്ചൽ ജോൺ ആൻറ്റിയോടും അതിൻ്റെ മറ്റെല്ലാ കോർഡിനേറ്റേഴ്സിനോടും എൻ്റെ നന്ദിയെ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സൂസൻ ബിജോയ്, എൻ്റെ സുഹൃത്തും ഞാൻ കർത്താവിൽ ഏറ്റവും സ്നേഹിക്കുകയും ഒരു സഹോദരി തുല്യം സ്നേഹിക്കുന്ന സിസ്റ്റർ സൂസൻ ബിജോയ്. അതുപോലെ തന്നെ എൻ്റെ സ്പിരിച്വൽ മെൻറ്റർ എന്ന് തന്നെ എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം അതങ്ങനെയാണ്. തുടർന്നുള്ള എൻ്റെ സാക്ഷ്യത്തിൽ ഞാനത് പറയുന്നതായിരിക്കും. കാരണം ഈ കുടുംബത്തോടുള്ള ബന്ധം എനിക്ക് വലുതാണ്. അതങ്ങനെ പറയാൻ കാരണം ഈ ജീവനുള്ളവരുടെ ദേശത്ത് ഞാനൊരു ജീവനുള്ള ദേഹിയായിട്ട് ഇന്ന് ഞാൻ ജീവനോടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ആ കുടുംബത്തിൽ കൂടെ എന്നോട് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. അതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത് പറയാൻ കാരണം ഇവരെ കൂടാതെ എൻ്റെ സാക്ഷ്യം ഒരിക്കലും പൂർണ്ണമാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും തീർച്ചയായിട്ടും ഞാനത് പ്രസ്താവിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും, ഓരോ വാക്യങ്ങളും, ഓരോ വചനങ്ങളും അതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഓപ്പൺ ചെയ്ത് കേൾക്കുന്ന ആരെയും ധൈര്യപ്പെടുത്തും, ബലപ്പെടുത്തും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ പോലെ തളർന്നും തകർന്നും ഇരിക്കുന്ന, ഇതുപോലെ കടന്നു പോകുന്ന ഭാരങ്ങളിൽ ഇരിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുവാൻ മുന്നോട്ട് വന്നത്. വളരെ നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ലജ്ജ കൂടാതെ, ഒരു മടി കൂടാതെ എൻ്റെ യേശുപ്പച്ചനെ കുറിച്ച് എനിക്ക് പറയണം. കാരണം പല നാളുകളിൽ ഞാൻ ദൈവത്തെ മറന്ന് നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ ദൈവത്തെ മറന്ന് നടക്കുവാൻ എനിക്ക് കഴിയില്ല. എൻ്റെ അപ്പച്ചനെ കുറിച്ച് പറയണം, എനിക്ക് എവിടെയും പറയണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനായിട്ട് ഞാൻ നാളുകളായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതിലേക്ക് സൂസൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ആൻറ്റി എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോഴൊക്കെയും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെയും വളരെയധികം പ്രാർത്ഥിച്ചു.
അത് ദൈവം നന്മയായിട്ട് കണക്കിടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ സാക്ഷ്യം പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ദൈവം അങ്ങനെ ചെയ്യട്ടെ. അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും കൂടാതെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിന്, എൻ്റെ പേര് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിന് ഒരു പേരിട്ടിട്ടുണ്ട്. എൻ്റെ സാക്ഷ്യത്തിൻ്റെ പേര് ഇതാണ്: അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എൻ്റെ ദൈവം. അത് നിങ്ങൾക്ക് തുടർന്ന് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആ പേരിട്ടു എന്ന്. ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്തയാണത്. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പേര് റോണി സാജു വർഗീസ്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അച്ചാച്ചൻ സാജു വർഗീസ്, ദൈവം ദാനമായിട്ട് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു. 2 ആൺമക്കൾ. അവന്മാർ ട്വിൻസ് ആണ്. ഒരാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു, ഒരാൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു. ദൈവകൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ കൊച്ചു കുടുംബം. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എല്ലാം ഉള്ള ഒരു അപ്പൻ്റെ മകളായിട്ട് ജനിച്ചു. എന്നാൽ ഒന്നുമില്ലാത്ത ഒരു അപ്പൻ്റെ മകളായിട്ട് ജീവിച്ചു. അതിന് കാരണം മറ്റൊന്നുമല്ല, എൻ്റെ പപ്പ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് വളരെയധികം ഭീതിയോടെ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങൾ 3 മക്കളാണ്. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. മൂത്തയാള് 2 ആൺമക്കൾ, 2 സഹോദരങ്ങൾ. മൂത്തയാള് എൻ്റെ ബ്രദർ, ഇളയാളും സന്തോഷമായിട്ടിരിക്കുന്നു. അവർ കുടുംബമായിട്ട് ആയിരിക്കുന്നു. എൻ്റെ പപ്പ അങ്ങനെ ഒരു മദ്യപാനി ആയിരുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും എൻ്റെ മൂത്ത സഹോദരനും വളരെയധികം പ്രയാസങ്ങളിൽ കൂടെ പേടിച്ചേരേണ്ട ദിവസങ്ങളായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ പപ്പ ജീപ്പ് ഓടിച്ച് മുറ്റത്തോട്ട് കയറി വരുമ്പോൾ അറിയാം എൻ്റെ പപ്പ ഏത് ഫോമിലാണ് വരുന്നത് എന്ന്. ഞങ്ങളെ വളരെയധികം ഭയപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ പലരും എൻ്റെ ചെറുപ്പത്തിലേത് ഇന്ന് ഞാൻ ഓർക്കുന്നു. എൻ്റെ മമ്മി കോട്ടയത്ത് നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ഉദ്യോഗസ്ഥനായ അപ്പൻ്റെയും അമ്മയുടെയും മകളാണ്. അവർ 7 മക്കളാണ്. 7 മക്കളിൽ ഏറ്റവും കഷ്ടവും പ്രയാസവും എൻ്റെ മമ്മിയാണ് അനുഭവിച്ചത്. ആ സമയത്തൊക്കെയും എൻ്റെ മമ്മിയുടെ അമ്മ, ഞങ്ങൾ പൊന്നമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. ആ പേര് ഞങ്ങൾ വിളിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് പൊന്നമ്മച്ചി തന്നെ ആയിരുന്നു. ഇന്ന് കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങളുടെ പൊന്നമ്മച്ചി ഞങ്ങളെ കാണാൻ വരുമ്പോൾ ഞങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെയും കാണുമായിരുന്നു. അപ്പോൾ ഒക്കെയും ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മമ്മിയുടെ സഹോദരങ്ങളോട്, അവർ 7 മക്കളോടും എൻ്റെ പൊന്നമ്മച്ചി പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. മേഴ്സിമോളാണ് ഏറ്റവും കഷ്ടം അനുഭവിക്കുന്നത്. അവരെയും കുഞ്ഞുങ്ങളെയും നിങ്ങൾ കരുതണം, എല്ലാ കാര്യത്തിലും നിങ്ങൾ സഹായിക്കണമെന്ന് ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവ് അവരിൽ കൂടിയൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് എൻ്റെ മമ്മിയുടെ സഹോദരങ്ങൾ എല്ലാവരും ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങളിലും അവരുടെ ആ കരുണ ഞങ്ങളോടുണ്ടായിരുന്നത് കർത്താവ് പ്രവർത്തിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയം ഞാൻ അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ ദൈവം അവരെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ പൊന്നമ്മച്ചി വന്ന് കാണുമ്പോൾ ഞങ്ങളുടെ പ്രയാസങ്ങളും പപ്പയുടെ സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും എൻ്റെ പൊന്നമ്മച്ചി എൻ്റെ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഈ മക്കളെയും അപ്പനെയൊക്കെ വിട്ടിട്ട് പോരെ, ഞങ്ങൾ നിന്നെ നോക്കിക്കോളാമെന്ന്. ഒക്കെ മമ്മി ഇല്ല എന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. മമ്മിയുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ പലപ്പോഴും കാണുമ്പോൾ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, മമ്മി എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്, ഞങ്ങളെ വിട്ടിട്ട് മമ്മിയുടെ വീട്ടിൽ പൊക്കോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മമ്മി പറയുന്ന ഒരു വാക്കുണ്ട്, ഈ അപ്പനെയും മക്കളെയും ദൈവമാണ് എൻ്റെ കയ്യിൽ തന്നത്. അത് അന്ത്യം വരെയും, എൻ്റെ അവസാനം വരെയും ഞാൻ ആ മക്കൾക്കും അപ്പനും വേണ്ടി ജീവിക്കുമെന്ന് എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു എന്നോട്. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ മമ്മി ഇന്നും അങ്ങനെ തന്നെയാണ്. 4 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ എഴുന്നേറ്റിരുന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ മമ്മിക്ക് കൊടുത്തു ദൈവം. വളരെ തീഷ്ണതയോടെ, വളരെ ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കുന്ന ഒരു ആണ് എൻ്റെ മമ്മി. ഇനിയും ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകളാണെന്ന്. ഞങ്ങളുടെ വീടും പള്ളിയും അതാണ് ഞങ്ങളുടെ അതിര്. ആ പള്ളിയിൽ പോയി ഞാൻ ഞായറാഴ്ച പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമേ ഉള്ളായിരുന്നു. അവിടുത്തെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആകെ പ്രാർത്ഥിക്കുന്ന, എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമേ ഉള്ളായിരുന്നു. അപ്പൊ പിന്നെ കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു, എൻ്റെ പപ്പ കുടി നിർത്തണേ. അതിനപ്പുറത്തൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അവിടുത്തെ എന്ത് കാര്യം ചോദിച്ചാലും എനിക്കറിയില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ പപ്പ
ദൈവവചനം വായിക്കുവാൻ തുടങ്ങി. വേദപുസ്തകം തന്നെത്താൻ എടുത്ത് വായിക്കുവാൻ തുടങ്ങി. ഒരു പാസ്റ്ററോ ഒരു ഉപദേശിയോ ഒരു സുവിശേഷകനോ ഒന്നും സുവിശേഷം പറഞ്ഞിട്ടല്ല. ഒരു സുപ്രഭാതത്തിൽ പപ്പ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ബൈബിൾ വായിച്ച് പപ്പയ്ക്ക് മനസ്സിലായി പപ്പ ചെയ്യുന്നതും പപ്പ നടക്കുന്ന രീതികളും പപ്പയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തെറ്റാണെന്ന് ദൈവം പപ്പയുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു. അങ്ങനെ പപ്പ കുടി നിർത്തുവാനൊക്കെ ഇടയായി. അപ്പോഴും എൻ്റെ മമ്മി വിചാരിച്ചു ഇനി അടുത്ത പുതിയ ഏതെങ്കിലും സംരംഭത്തിന് ഒരുങ്ങുകയാണെന്നാണ് എൻ്റെ മമ്മി കരുതിയത്. എന്നാൽ പപ്പയുടെ നല്ല നടപ്പ്, പപ്പ നല്ലവനായിട്ട് ജീവിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മമ്മിയും സുവിശേഷത്തിന്റെ ആ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാനും അങ്ങനെ അവർ കർത്താവിനെ ജലത്തിൽ സ്നാനം അഴിക്കുവാനും ഒക്കെ ഇടയാക്കി. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ പപ്പ അറിഞ്ഞ സുവിശേഷം അനേകരോട് പറയുവാൻ എൻ്റെ കർത്താവ് എൻ്റെ പപ്പായെ ഇടയാക്കി. വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലായിരുന്നു എൻ്റെ പപ്പ സുവിശേഷം പറഞ്ഞിരുന്നത്. പപ്പ ബൈബിൾ കോളേജിൽ പഠിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും പപ്പ അറിഞ്ഞ ആഴമായ സത്യം അനേകരോട് പറയുവാനും അനേകരെ ക്രിസ്തുവിൽ നേടുവാനും എൻ്റെ പപ്പയെ ഇടയാക്കി. അത് ഏറ്റവും നന്ദിയോടെ ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. പപ്പ സുവിശേഷം പറഞ്ഞിരുന്ന രീതി അത് ബൈബിളിൽ നിന്ന് മാത്രം എടുത്ത് ചില വാക്യങ്ങൾ പറയുകയല്ല, ശാസ്ത്രത്തിന്റെ തെളിവുകളോടെയാണ് എൻ്റെ അപ്പൻ സുവിശേഷം പറഞ്ഞിരുന്നത്. ഇന്ന് എൻ്റെ പപ്പ ഭൂമിയിൽ ജീവനോടെ ഇല്ല. പപ്പ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ, പപ്പ കണ്ട ആ സത്യം ഒരു ഭ്രാന്തനെ പോലെ ആ ദേശത്ത് മുഴുവൻ നടന്ന് ആ സത്യം അറിയിക്കുകയും അനേകരെ ദൈവസന്നിധിയിൽ നേടുവാൻ ഇടയാക്കി. ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തൊക്കെയും വിറ്റ്, എൻ്റെ പപ്പയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ 3.5 ഏക്കർ സ്ഥലം വിറ്റ് എൻ്റെ പപ്പ സുവിശേഷ വേല ചെയ്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ മമ്മി പറയുന്നത്, ഞാൻ കൊച്ചാണ്, മകളെ കെട്ടിക്കാനെങ്കിലും ഒരു 10,000 രൂപ പപ്പ ബാങ്കിലിട. പപ്പ പറയാനില്ല, ദൈവം നടത്തിക്കോളൂ എന്ന്. 1 രൂപ പോലും എൻ്റെ പപ്പ ഇട്ടില്ല. എൻ്റെ പപ്പ ആ വസ്തു വിറ്റ പൈസയൊക്കെ കൊണ്ട് സുവിശേഷ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അതിന്റെ നന്മകള് ഇന്ന് ഞങ്ങൾ 3 മക്കളും കർത്താവിൽ അനുഭവിക്കുന്നു. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. അത് തന്നെയാണ് കാരണം. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും എൻ്റെ ഒരു ഫെയിമിന് വേണ്ടിയോ ഒന്നുമല്ല. എൻ്റെ കർത്താവ് നടത്തിയ വിധങ്ങൾ, എൻ്റെ ദൈവം നടത്തിയ വിധങ്ങൾ എത്രയെന്ന് എനിക്ക് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതിലേക്ക് ഞാൻ ഇനി മുന്നോട്ട് പോകട്ടെ. അങ്ങനെ എൻ്റെ ചെറുപ്പകാലം അതായിരുന്നു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എന്നോട് ആര് ചോദിച്ചാലും നിനക്ക് എന്താകണമെന്ന് ചോദിച്ചാൽ ഞാൻ ചാടി പറയുമായിരുന്നു, എനിക്കൊരു പോലീസ് ഓഫീസർ ആകണം, അല്ല എങ്കിൽ കുറഞ്ഞ പക്ഷെ ഒരു ടീച്ചറെങ്കിലും ആകണമെന്ന്. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ മമ്മിയോട് പറഞ്ഞപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ഇല്ല, അത് നമുക്ക് പറ്റിയ പണിയല്ല, അതൊരിക്കലും നടക്കത്തില്ല, നമുക്ക് പൈസ ഇല്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നീ പഠിച്ചൊരു നേഴ്സ് ആകണം, സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് ഒരു നേഴ്സ് ആകണം, അതാണ് എൻ്റെ ആഗ്രഹം. ആ കാലഘട്ടത്തിലൊക്കെയും പപ്പയും മമ്മിയും അനുസരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്കുള്ളൂ. അത് തന്നെയല്ല, എൻ്റെ മമ്മി വളരെ സ്ട്രിക്റ്റ് ആയ ഒരു അമ്മയായിരുന്നു. അങ്ങനെ എനിക്കിഷ്ടമില്ലായിരുന്നു എങ്കിലും എൻ്റെ മമ്മി എന്നെ അതിനായി നിർബന്ധിച്ചു. അങ്ങനെ എൻ്റെ മമ്മിയുടെ സിസ്റ്റർ എനിക്ക് കോട്ടയം BCM കോളേജിൽ സയൻസ് ഗ്രൂപ്പിൽ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു തന്നു. അവിടെയൊക്കെ ഇരുന്ന് ഞാൻ വളരെയധികം വിഷമിച്ച സമയങ്ങളുണ്ട്. ഒരു വാക്ക് ഇംഗ്ലീഷ് പോലും അറിയാൻ മേലാതെ, പഠിക്കുന്നത് മനസ്സിലാകാതെ വിഷമിച്ച സമയങ്ങളുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു. കർത്താവ് എന്നെ സ്നേഹിച്ചെങ്കിലും ഞാൻ കർത്താവിനെ സ്നേഹിച്ചില്ലായിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഞാൻ എൻ്റെ നേഴ്സിംഗിലേക്ക് കടക്കുവാനിടയായി. അങ്ങനെ നേഴ്സിംഗ് പഠന കാലത്തും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല. ഒരു നാമധേയ ക്രിസ്ത്യാനി മാത്രമായിരുന്നു ഞാൻ. പെന്തിക്കോസ്തുകാരി ആണോ എന്ന് ചോദിച്ചാൽ അതെ. പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന കേട്ടാ ദൈവമക്കളെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു, എൻ്റെ പപ്പായെയും മാമിയെയും എൻ്റെ 2 സഹോദരങ്ങളെ കാത്തുകൊള്ളണേ, ആമേൻ. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാനത് പറയാൻ കാരണം, ഞാൻ വീണ്ടും എടുത്തു പറയട്ടെ, ഞാനത് പറയാൻ കാരണം എൻ്റെ പപ്പ എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പപ്പ സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ ഞാൻ ഇന്ന് കേൾക്കാറുണ്ടായിരുന്നു. അപ്പൊ പപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, യോബ് തന്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചത്, ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്, അപ്പൊ ഇരട്ടിയായിട്ട് ഇതിലും ഇരട്ടിയായിട്ട് കിട്ടും. അത് തന്നെയല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല മനസ്സോടെ ചെയ്യും, പ്രാർത്ഥന ഒഴികെ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയില്ല. ഇതിനൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനിതൊക്കെ ഇങ്ങനെ തുറന്നു പറയാൻ കാരണം, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ്
ഞാൻ ഇതൊക്കെ പറയുന്നത്. ഒരു ഗമയോടെയല്ല ഞാൻ ഇതൊന്നും പറയുന്നത്. ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അങ്ങനെ എൻ്റെ ആ പ്രായത്തില് നേഴ്സിംഗ് സ്കൂളിൽ ചെന്നപ്പോഴും അവിടെയും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞാൻ വളരെ പുച്ഛത്തോടെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല, ഇതിങ്ങനെ അങ്ങ് സ്മൂത്തായിട്ട് പോകുന്നു, അതായിരുന്നു. അങ്ങനെ നഴ്സിംഗ് പഠനകാലം കഴിഞ്ഞു. ഞാൻ എൻ്റെ ബ്രദർ അന്ന്, എൻ്റെ വലിയ ബ്രദർ, എൻ്റെ അച്ചാച്ചൻ അന്ന് ബോംബെയിലായിരുന്നു. പഠിത്തം കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുവാനിടയായി. അവിടെ ചെന്ന് ഏകദേശം 2 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുവൈറ്റ് ഡിഫൻസിൽ ഒരു സെലക്ഷൻ കിട്ടി. മക്കളെ, ഇനിയുള്ളതാണ് എൻ്റെ സാക്ഷ്യത്തിന്റെ പ്രധാന ഭാഗം. ഞാൻ കുവൈറ്റ് സെലക്ഷൻ കിട്ടി. അങ്ങനെ ബോംബെ ടാറ്റ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ എടുത്തു. ഞാൻ അവിടെ കടന്നുപോയി. ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരുണ്ടായിരുന്നു ഞങ്ങൾ പോയവര്. ആ കാലത്ത് ഞങ്ങൾ അവിടെ ചെന്നു, ആ ഡിഫൻസ് ഹോസ്പിറ്റലിൽ അവിടെ ചെന്നു. ഞങ്ങളെല്ലാം വീണ്ടും മെഡിക്കലിന് വിധേയരായി. അവരൊക്കെയും 2 ആഴ്ചക്കുള്ളിൽ അവിടെ പല ഹോസ്പിറ്റലുകൾ അവരെ അസൈൻ ചെയ്തു. എന്റെ മാത്രം മെഡിക്കൽ ബ്ലോക്കായി. ഇങ്ങനെ 2 ആഴ്ചക്ക് ശേഷം മെഡിക്കൽ ഓഫീസർ എന്നെ വിളിച്ചു, ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു കസേരയൊക്കെ തന്നെ എന്നെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, റോണി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു എന്താണാവോ. അപ്പൊ എന്നോട് പറഞ്ഞു, മെഡിക്കലി നീ അൺഫിറ്റ് ആണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തു പറ്റി? നിനക്ക് ഈ രാജ്യത്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ല, നീ മെഡിക്കലി അൺഫിറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു ദൈവമക്കളെ. എന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊന്നുമില്ല. ഞാൻ ഈ മനുഷ്യന്റെ മുമ്പിൽ വളരെയധികം നിന്ന് കരഞ്ഞു. ഞാൻ ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ, എന്റെ പപ്പ മരിച്ച സമയമാണ്, ഈ ജോലി എനിക്ക് ആവശ്യമല്ല, അതിനേക്കാൾ ഉപരി എനിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ ചോദിച്ചു, ഡോക്ടർ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ചെയ്യണം. ജോലി, എന്റെ കുടുംബത്തിൽ എന്റേതായ ഭാരങ്ങളുണ്ട്. ഞാൻ രക്ഷപ്പെട്ടാൽ എന്റെ കുടുംബം രക്ഷപ്പെടും. ആ കാലത്ത് അങ്ങനെയാണല്ലോ, ഒരാള് പോയി രക്ഷപ്പെട്ടാൽ പിന്നെ ആ കുടുംബം രക്ഷപ്പെടും. എന്റെ ഹൃദയത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, റോണി, നിന്നെ പോലെ തന്നെ ഞാനും ഒരു എക്സ്പാറ്റ് ആണ്. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. കാരണം ഈ മെഡിക്കലിന്റെ അൺഫിറ്റ് ആയ ഒരാളെ ഇവിടെ ഞാൻ ജോലിക്ക് വെച്ചാൽ പിന്നെ എന്തെങ്കിലും ഒരു ചെക്കിങ് വന്നാൽ ഇത് വെയിറ്റ് ആണ്, നിനക്കും എനിക്കും അത് ഭാരമായിട്ട് തീരും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ വളരെ ദയനീയമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ വളരെ ഭാരത്തോടെ ആയിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. വീണ്ടും ഞാനത് പറയുകയാണ്, ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, നിനക്കപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഈ സെന്റൻസ് ആണ് ദൈവമക്കളെ നിങ്ങൾ കേൾക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഇതാണ്, എനിക്കിത് നിന്നോട് പറയാൻ നിന്നെ ഇവിടുന്ന് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. ഈ അൺഫിറ്റ് സ്റ്റാമ്പ് അടിക്കുന്നതിന് മുമ്പ് എനിക്കിത് പറയണം. ആഫ്റ്റർ ഓൾ നീ ഒരു നേഴ്സാണ്, നിനക്ക് ജോലി ചെയ്യാൻ പറ്റും. അത് നിന്റെ ഇന്ത്യയിൽ മാത്രമായിരിക്കും. വേറെ ഒരു GCCയിലും നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് നിന്നോട് പറഞ്ഞേ പറ്റുള്ളൂ. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടും നീ ഒരു നേഴ്സ് ആയതുകൊണ്ടും ഞാൻ ഈ റിവീൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാൻ വളരെയധികം വേദനയോടെ, വളരെയധികം ഭാരത്തോടെ ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ആ ഭാരത്തോടെ തിരിച്ച് ആ ദേശത്തു നിന്ന് 1 മാസത്തിനുള്ളിൽ തിരിച്ച് ബോംബെയിൽ വന്നു. എൻ്റെ പപ്പ മരിച്ചതിന് ശേഷം എൻ്റെ മമ്മിയെ ഞങ്ങൾ ആ ദേശത്തു നിന്ന്, എൻ്റെ പപ്പയുടെ നാട് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ മാട്ടുക്കെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പപ്പയുടെ മരണശേഷം ഞങ്ങൾ അവിടെ ജീവിച്ചില്ല. ഞങ്ങളുടെ മമ്മിയെയും കൊണ്ട് ഞങ്ങൾ ബോംബെക്ക് പോകുന്നുണ്ട്. 2 സഹോദരങ്ങളും അവിടെയായിരുന്നു. അതുപോലെ ഞാനും കുവൈറ്റിൽ നിന്ന് പോയതിൽ സ്പീഡിൽ തിരിച്ച് ബോംബെയിൽ വന്നിറങ്ങുവാനിടയായി. ആ ബോംബെയിൽ വന്നിറങ്ങിയ സമയത്ത് വളരെയധികം ഭാരപ്പെട്ടു. വളരെയധികം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു വാക്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. ഇത് യോനാ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. തന്റെ കഷ്ടതയിൽ താൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ യോനാ പ്രവാചകൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്. യോനാ പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചെങ്കിലും ഞാൻ എന്റെ ദൈവത്തോട് അയ്യം വിളിക്കുന്നതിന് പകരം എന്റെ ദൈവത്തോട് നിലവിളിക്കുകയാണ്, എന്റെ ദൈവത്തോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഞാൻ വന്നിറങ്ങിയപ്പോൾ എന്റെ മമ്മിയോട് ചോദിച്ചു, ഈ ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് ഈ ദൈവത്തെ അറിഞ്ഞിട്ട് എന്ത് നേടി നമ്മുടെ പപ്പ മരണപ്പെട്ടു, എന്റെ ജോലി ഇത് നഷ്ടപ്പെട്ടു, ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു കരുതുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഈ ദൈവത്തെ എനിക്ക് വേണ്ട. അങ്ങനെ തന്നെ ഞാൻ എന്റെ മമ്മിയോട് പറയുവാൻ ഇടയാക്കി. അപ്പൊ ഒക്കെയും വളരെ ശാന്തതയോടെ എന്റെ മമ്മി പറയുമായിരുന്നു,
ദൈവം അറിയാതെയല്ല നിന്നെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെല്ലുവിളിക്കുന്ന ദൈവത്തെ ഉയർത്തുന്ന ഒരു ദിവസം നിനക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഈ ദൈവത്തെ വേണ്ട. ഞാൻ പിന്നെ ഒരു ബന്ധുക്കോസുകാരിയായിട്ട് മമ്മിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ജീവിക്കാം, അല്ലാതെ എനിക്ക് ഈ ദൈവത്തെ വേണ്ട. ഇത്രയും മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെയധികം ഭാരത്തോടെ, വളരെ നാണം കെട്ട സമയമായിരുന്നു ബോംബെയിൽ. കാരണം ആ ചെറുപ്രായത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബോംബെയിലായിരിക്കുമ്പോൾ തന്നെ ഒരു UK സെലക്ഷൻ വന്നു. അതിലും ഞാൻ സെലക്റ്റഡ് ആയപ്പോൾ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി, UK ഒന്നും ആരും പോകത്തില്ല, അന്നൊന്നും അങ്ങനെ UK പോകുന്ന ഒരു കാര്യമേ ഇല്ല. അതൊക്കെ തുടങ്ങിയ സമയങ്ങളായിരുന്നു. നമ്മുടെ ബോധം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു ഞാനിപ്പോൾ. ഞാൻ പറഞ്ഞു, ഇല്ല മമ്മി, UK ഒന്നും ആരും പോകത്തില്ല, എനിക്ക് ഗൾഫിൽ പോയാൽ മതി, എനിക്ക് UK പോകണ്ട. അങ്ങനെ അതും നൈസായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്തു. അങ്ങനെ ബോംബെയിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി, എനിക്കിനി ഈ ബോംബെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഹൈദരാബാദിന് പോവുകയാണ്, ഞാൻ പഠിച്ച സ്ഥലത്ത് പോവുകയാണ്. അങ്ങനെ ഞാൻ ഹൈദരാബാദില് കെയർ ഹോസ്പിറ്റലിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം UK വിട്ടു, GCC നടക്കുകയല്ല, എല്ലാം വിട്ട്, എല്ലാം ഒരു എംപ്റ്റി മൈൻഡഡ് ആയിട്ട് ഞാൻ ഹൈദരാബാദിലേക്ക് പോയി. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അച്ചാച്ചനുമായിട്ടുള്ള വിവാഹാലോചന വരുന്നത്. ആ വിവാഹാലോചന വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു, പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ മമ്മി എന്നോട് ചോദിച്ചു, എന്തെങ്കിലും നിനക്ക് ഡിമാൻഡ് ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, മമ്മി, എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല. പക്ഷെ പപ്പ മരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പപ്പ എന്നെ കൊണ്ട് ഒരു പ്രോമിസ് ചെയ്യിപ്പിച്ചായിരുന്നു, പപ്പയും മമ്മിയും കാണിച്ചു തരുന്ന ഒരാളായിരിക്കണം നീ കല്യാണം കഴിക്കുന്നത്. കാരണം എല്ലാ സ്വാതന്ത്ര്യത്തിലുമാണ് എൻ്റെ പപ്പ എന്നെ വളർത്തിയത്. നീ എവിടെ പോയാലും ദൈവ വഴി വിട്ടു പോകരുത്, അരുതാത്ത ഒരു വഴിയിൽ പോകരുത്, നീ തന്നെ ഒന്നിനെ തിരഞ്ഞെടുക്കരുത്. അതെൻ്റെ എൻ്റെ അപ്പനോടുള്ള പ്രോമിസ് ആയിരുന്നു. ഞാൻ ഇത്രയും മമ്മിയോട് പറഞ്ഞു, പപ്പ ഇല്ല, പക്ഷെ മമ്മി കാണിച്ചു തരുന്ന ഒരാളായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഭർത്താവ്. അതിനപ്പുറം എന്താന്ന് ചോദിച്ചാൽ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യനോട് എനിക്ക് പറ്റില്ല ജീവിക്കാൻ. അതുകൊണ്ട് ഒരു പ്രാർത്ഥിക്കുന്ന ആളായിരിക്കണം. ഈ രണ്ട് കാര്യമാണ് ഞാൻ മമ്മിയോട് പറഞ്ഞത്. കാരണം ഞാൻ പ്രാർത്ഥിക്കത്തില്ലെങ്കിലും അദ്ദേഹം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എന്റെ മനസ്സിൽ അന്ന് വന്നുള്ളൂ. അങ്ങനെ കല്യാണാലോചന വന്നപ്പോൾ എൻ്റെ മമ്മി ബോംബെയിൽ നിന്ന് എൻ്റെ മമ്മിയുടെ കോട്ടയത്തെ വീട്ടിൽ വന്ന് താമസിക്കുവാനൊക്കെ ഇടയായി. എൻ്റെ പൊന്നുമ്മച്ചി അന്ന് വിശ്വാസത്തിലായിരുന്നു. ഞാനൊന്ന് പറയട്ടെ, ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന സമയത്ത് എൻ്റെ പപ്പയുടെ കുടുംബത്തിൽ നിന്നും എൻ്റെ പപ്പ മാത്രമേ വിശ്വാസത്തിലുള്ളൂ. എൻ്റെ മമ്മിയുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് എൻ്റെ മമ്മിയാണ്. ഇന്ന് ചില സഹോദരങ്ങളും ദൈവത്തെ അറിയുവാൻ ദൈവം ഇടയാക്കിയതിനെ കൂടെ ഞാൻ ആഡ് ചെയ്യട്ടെ. അങ്ങനെ എൻ്റെ മമ്മിയുടെ വീട്ടിൽ എൻ്റെ മമ്മി ബോംബെയിൽ നിന്ന് വന്ന് താമസിച്ചു എൻ്റെ വിവാഹം നടത്താൻ വേണ്ടി. അപ്പോൾ എൻ്റെ പല വിവാഹാലോചനകൾ വന്നു. അവിടെയൊക്കെയും പലതും മാറിപ്പോയി. കാരണം നമുക്ക് സൗന്ദര്യമില്ല, നമുക്ക് പണമില്ല, നമുക്കൊന്നുമില്ല. ഞാൻ ആകെ ഒരു നേഴ്സാണെന്നുള്ള ഒരു പോസിറ്റീവ് കാര്യം മാത്രമേ ഉള്ളൂ. ആ വിവാഹാലോചനകൾ പലതും മുടങ്ങിപ്പോയപ്പോൾ എൻ്റെ മമ്മിയുടെ അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നുമ്മച്ചി പറഞ്ഞു, നമുക്ക് ഈ വീട്ടിൽ ഒരു ഉപവാസം വെച്ചിട്ട് മതി റോണിമോടെ കല്യാണം എന്ന്. എനിക്ക് അന്നേരവും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് തന്നെയായിരുന്നു. മമ്മി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാം മമ്മിയുടെ ഇഷ്ടം, എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് എനിക്ക് വിശ്വാസമൊന്നുമില്ല, കാരണം ഞാൻ ദൈവത്തെ അങ്ങനെ സൈഡിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ പൊന്നുമ്മച്ചിയും അവിടെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. ഒരു കർത്താവിന്റെ ദാസൻ ഇപ്രകാരം ഒരു ദൂത് പറഞ്ഞു മമ്മിയോടും എൻ്റെ പൊന്നുമ്മച്ചിയോടും, എൻ്റെ അച്ചാച്ചന്റെ പപ്പ എന്ത് ചോദിച്ചു വീട്ടിൽ വന്ന് കയറും, ആ കുടുംബത്തിലായിരിക്കും ഈ മകള് കല്യാണം കഴിച്ചു പോകുന്നതെന്ന്. ആ ചോദ്യം എന്തെന്ന് പോലും ഞാൻ എൻ്റെ മമ്മിയോട് ഇന്നും ചോദിക്കാൻ ആഗ്രഹിച്ചില്ല, അന്നും ചോദിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. എന്നാൽ എൻ്റെ മമ്മി എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ചാച്ചന്റെ പപ്പ കല്യാണാലോചനയുമായി ഭവനത്തിലേക്ക് വന്നപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോൾ എന്താ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ആ ചോദ്യമാണ് ചോദിച്ചു വന്നത്. അവിടെയൊന്നും എൻ്റെ മമ്മിയോ പൊന്നുമ്മച്ചിയോ പിന്നീട് ഒന്നും ചിന്തിച്ചില്ല. കാരണം കർത്താവ് പറഞ്ഞ ചോദ്യമാണ് എൻ്റെ അച്ചാച്ചന്റെ പപ്പ ചോദിച്ചു വന്നത്. അങ്ങനെ എൻ്റെ വിവാഹം നടക്കുവാനിടയായി. ദൈവമക്കളെ, ഞാൻ ഒന്ന് പറയട്ടെ, എന്നെ കല്യാണം കഴിച്ചു വിട്ടത് ഒരു ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഞങ്ങള് അസംബ്ലീസ് ഓഫ് ഗോഡിലായിരുന്നു അന്ന് ആരാധനയ്ക്ക് പൊക്കോണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടു, വിശ്വാസത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഇതിന്റെ ഒന്നും വ്യത്യാസങ്ങൾ നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണം നടന്നു, ഞങ്ങളുടെ കല്യാണം നടന്നു. കല്യാണമൊക്കെ നടത്തിയതിന് ശേഷം എൻ്റെ മമ്മിയും സഹോദരങ്ങളും തിരിച്ച് ബോംബെക്ക് പോയി. ഞാൻ ആദ്യത്തെ ഞായറാഴ്ച എൻ്റെ അച്ചാച്ചന്റെ ചർച്ചില് ആരാധനയ്ക്ക് പോയപ്പോൾ ആ സൺഡേ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ട ദിവസമാണ്. ഇത് ഞാൻ ആ ചർച്ചിനെ നിന്ദിക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല. ഞാനത് പറയാൻ കാരണം എൻ്റെ ഹൃദയം വളരെയധികം ഭാരപ്പെട്ടു.
എനിക്ക് അവിടെ നടക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഒരു കൈകൊട്ടില്ല, ആരാധനയില്ല, ഒന്നുമില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു സിറ്റുവേഷനിലേക്കാണ് ഞാൻ ചെന്നത്. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞു. എന്താണ് ഇങ്ങനെ കർത്താവേ, ഇതെവിടെയാണ് ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്? ഒന്നും ഞാൻ മിണ്ടിയില്ല. എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഞാൻ മടങ്ങിപ്പോയി. ജോലി സ്ഥലത്ത് മടങ്ങി ചെന്ന്, അന്ന് നമുക്ക് മറ്റേ മൊബൈൽ ഫോൺ ഒന്നുമില്ല. ഞാൻ മറ്റേ ലാൻഡിൽ പോയി എൻ്റെ മമ്മിയെ വിളിച്ചു. ഞാൻ ചോദിച്ചു, മമ്മി, നിങ്ങൾ എന്നെ എവിടെയാണ് കൊണ്ട് കല്യാണം കഴിച്ചു വിട്ടത്? ഇത് ഇവിടുത്തെ രീതികളൊക്കെ ഇങ്ങനെയാണ്, ഇതെന്താണ്? അപ്പൊ എൻ്റെ മമ്മി പറഞ്ഞ ഒരു വാക്കുണ്ട്, ദൈവമക്കളെ, ദൈവം അറിയാതെയല്ല നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിരിക്കുന്നത്. നിന്നെ കുറിച്ചൊരു ദേശമുണ്ട്, നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്. എനിക്ക് വളരെയധികം ദേഷ്യവും സങ്കടവും തോന്നിയ സമയമായിരുന്നു അതൊക്കെ. ഒത്തിരി ഞാൻ മമ്മിയോട് വഴക്ക് പിടിച്ചു. മമ്മി, എന്നാ ഈ പറയുന്നത്? എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾ എന്താ ഈ പറയുന്നത്? നേരെ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ടോണിമോളെ, നിന്നെ കല്യാണം കഴിച്ചു വിട്ടാൽ നിനക്ക് പപ്പയില്ല. സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയിലായിരുന്നപ്പോഴാണ്. എല്ലാമായിട്ട് ചേർന്ന് പോണം, ഒരു പരാതിയില്ല. കർത്താവ് അറിയാതെയല്ല നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിരിക്കുന്നു. മമ്മി ഈ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. മമ്മി അനുസരിച്ചു. വീണ്ടും എല്ലാം ശാന്തമായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാനും പഠിച്ചു. അങ്ങനെ ഏകദേശം 2 വർഷം ആകാറായപ്പോഴേക്കും ഞാൻ പ്രഗ്നന്റ് ആയി. വയറ്റിൽ 2 കുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അച്ചാച്ചൻ എന്നോട് പറഞ്ഞു, ജോലി റിസൈൻ ചെയ്ത് പോന്നോളൂ എന്ന്. വളരെയധികം ഭാരത്തോടെ വീണ്ടും ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. പിന്നെ ഒരു കുഞ്ഞിനെ വളർത്താൻ നിവൃത്തിയില്ലായിരുന്നപ്പോഴാണ് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നത്. ആരോഗ്യമുള്ള 2 ആമക്കളെ ദൈവം എനിക്ക് തന്നു. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും വളരെയധികം പ്രയാസത്തിൽ കൂടെ പോയി. ദൈവമക്കളെ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ ഇത് പറയട്ടെ. 254 രൂപ കൊടുത്ത് ഒരു ടിൻ പാൽപ്പൊടി എങ്ങനെ മേടിക്കാമെന്ന് ഞാൻ വളരെയധികം പ്രയാസപ്പെട്ട സമയങ്ങളാണ്. എനിക്ക് ജോലിയില്ല. എൻ്റെ അച്ചാച്ചൻ അന്ന് കോട്ടയത്ത് DC ബുക്സിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ തുച്ഛമായ ഒരു ശമ്പളത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്കല്ല നോക്കുന്നത്, കയ്യില് ഈ നാനിന്റെ കണ്ടെയ്നർ ഉണ്ടോ എന്ന് നോക്കും. കാരണം ഒരു ടിൻ നാൻ രാവിലെ തുറന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് തീർന്നു പോകും. എൻ്റെ മക്കൾക്ക് ആഹാരം കൊടുത്തില്ലെങ്കിൽ എൻ്റെ ആഹാരം ഇറങ്ങത്തില്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. എൻ്റെ മമ്മിയും എൻ്റെ മമ്മിയുടെ സഹോദരങ്ങളും എൻ്റെ സഹോദരങ്ങളും ഈ സമയമൊക്കെയും എന്നെ വളരെയധികം സഹായിച്ചു. കാരണം അവർക്ക് എൻ്റെ പ്രയാസം അറിയാമായിരുന്നു. അവരെയൊക്കെ ഏറ്റവും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇതൊക്കെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? ഈ കുഞ്ഞുങ്ങളുടെ തുണി അലക്കുവാൻ ഞാൻ 5 പ്രാവശ്യം ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ ഇറങ്ങി പോകുമ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ മാത്രമേ തുണി അലക്കത്തുള്ളൂ, വേറെ ആരും അവിടെ വരത്തില്ല. ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ളത് ഒക്കെ നിന്ന് ആ തോട്ടിൽ ഒരുപാട് എൻ്റെ കണ്ണുനീര് ഒഴുകിയിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച ഒറ്റ സെന്റൻസേ ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചുള്ളൂ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച കാര്യം ഇതാണ്, ദൈവമക്കളെ, എൻ്റെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കാറാവുമ്പോൾ എനിക്കൊരു വഴി തുറന്നു തരണേ. ഒരൊറ്റ സെന്റൻസ് മാത്രമാണ് ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. ഒരൊറ്റ സെന്റൻസ്, എൻ്റെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കാറാവുമ്പോൾ അപ്പൊ എനിക്കൊരു വഴി തുറന്നു തരണം. ദൈവമക്കളെ, ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ എഞ്ചിനീയറിംഗിന് ഇപ്പോൾ പഠിക്കുന്ന മോൻ, അതാണ് എൻ്റെ വലിയ മോൻ. ഇവന്മാർ തമ്മിൽ 1 മിനിറ്റിന്റെ വ്യത്യാസമുള്ളൂ. വലുതും ചെറുതും ഒന്നുമില്ല. എന്നാലും അവനാണ് ആദ്യം വെളി വന്നത്. ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ട് സോഫയെ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാറായപ്പോൾ എഴുന്നേറ്റ് പിടിച്ചു നിന്നു. ഞാനിത് കണ്ടു. പുറകോട്ട് ആഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഓടിച്ചെന്ന് ഇവനെ പിടിച്ച് താഴെ നിലത്തിരുത്തി. ഞങ്ങളുടെ ലാൻഡ് ഫോൺ റിങ് ചെയ്തു. ഞാൻ ആ ഫോൺ ആൻസർ ചെയ്തു. ആ ഫോണിലെ മെസ്സേജ് ഇതായിരുന്നു, റോണി, നീ സൗദി അറേബ്യയിൽ ഈ ഡിഫൻസ് ഹോസ്പിറ്റലിലേക്ക് സെലക്ഷൻ ആയിരിക്കുന്നു എന്ന്. അത് കേട്ടപ്പോ എൻ്റെ മനസ്സിൽ അതിയായ സന്തോഷം തോന്നി. ഞാൻ പ്രാർത്ഥിച്ചത് എന്താണോ ദൈവമക്കളെ, അതെന്റെ കർത്താവ് എനിക്ക് സാധിപ്പിച്ചു തന്നു. എൻ്റെ എൻ്റെ മക്കൾ എഴുന്നേറ്റ് നിൽക്കാറാകുമ്പോൾ അപ്പൊ എനിക്കൊരു വഴി തുറന്നു തരണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവസന്നിധിയിലെത്തും. ഇതിന്റെ ഓരോ നെടുവീർപ്പും ദൈവസന്നിധിയിലെത്തും. അതെനിക്ക് ഏറ്റവും ധൈര്യമായിട്ട് നിങ്ങളോട് പറയാം. അങ്ങനെ ഇവിടേക്ക് സെലക്ഷൻ ആയി. പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ ജീവിത കഷ്ടങ്ങൾ വന്നപ്പോൾ? ഈ ഒരു സെന്റൻസ് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഒരൊറ്റ സെന്റൻസ് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കാര്യമായിട്ടുള്ള പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കും, അത്യാവശ്യത്തിനുള്ള. ഇതായിരുന്നു എൻ്റെ ഏറ്റവും, ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ സെന്റൻസ് ഇതായിരുന്നു. കരഞ്ഞ് പ്രാർത്ഥിച്ചോളൂ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ
ഇവിടുത്തെ സെലക്ഷൻ ആയി എന്ന് പറഞ്ഞു. ആ കൂടെ തന്നെ അവരെന്നോട് പറഞ്ഞു, മെഡിക്കൽ ഇന്ന ദിവസം എറണാകുളത്ത് പോയി എടുക്കണം. എൻ്റെ ഹൃദയത്തിൽ അന്നേരമാണ് ഒരു ഇടിവാള് മിന്നിയത്. കർത്താവേ, ഞാൻ മെഡിക്കലി അൺഫിറ്റ് ആണ്, ഞാൻ എങ്ങനെ മെഡിക്കലിന് പോകും? അതിനേക്കാൾ ഉപരി എൻ്റെ അച്ചാച്ചനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു കാര്യമുള്ളത്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അച്ചാച്ചൻ എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നീ കുവൈറ്റിൽ പോയിരുന്നു, അതിൽ സ്റ്റാമ്പ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു പോയിരുന്നു. അപ്പം ചോദിച്ചു എന്ത് പറ്റി? ഞാൻ പറഞ്ഞു അത് അവിടെ ഞാനൊരു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആ കളവാണ് വന്നത്. അതിന് ഞാൻ ദൈവസന്നിധിയിൽ ഇവിടെ അത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ഇന്റർവ്യൂവിനാണ് അവിടെ പോയത്. ആ ഇന്റർവ്യൂ ഞാൻ ഫെയിലായി തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു എന്ന് മാത്രം പറഞ്ഞു നിർത്തി. അദ്ദേഹം അതിന്റെ ബാക്കി പിന്നെ ഒന്നും ചോദിച്ചില്ല. ഏകദേശം 5 വർഷമാണ് ഞാനത് പറയാതിരുന്നത്. അങ്ങനെ ഞാൻ ഈ മെഡിക്കലിനെ കുറിച്ച് ഓർത്തപ്പം വളരെയധികം ഭാരപ്പെട്ടു. എങ്കിലും ഞാൻ അച്ചാച്ചനോട് സത്യം ഒന്നും പറഞ്ഞില്ല. ഞാൻ പിറ്റേ ദിവസം മെഡിക്കലിന് പോവുകയാണ്. അപ്പൊ എൻ്റെ മമ്മി മണർകാട്ടാണ് താമസിക്കുന്നത്. ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ മമ്മിയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അങ്ങനെ എൻ്റെ അച്ചാച്ചൻ എന്നെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ എൻ്റെ പൊന്നമ്മച്ചി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ എന്നെ പ്രാർത്ഥിച്ചു, എന്നെ അയച്ചു. ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഓടിച്ചെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു. മുറിക്കകത്ത് കയറി കഥ അടച്ചിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ ഈ മെഡിക്കലിന് പോവുകയാണ്. ഈ മെഡിക്കൽ അൺഫിറ്റ് ആയാൽ ഞാൻ തിരിച്ചു വരത്തില്ല. ഈ മെഡിക്കൽ നടക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിനടുത്താണ്, അതെനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ 3 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, എന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോരാ. എൻ്റെ മമ്മിയുടെ ഹൃദയം വളരെയധികം വേദനിച്ചു. കാരണം എൻ്റെ മനസ്സിൽ എന്നാന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇന്ന് ഞാനൊരു കുടുംബമായി. ഞാൻ എന്ത് ചെയ്യും? മെഡിക്കൽ അൺഫിറ്റ് ആയാൽ എനിക്ക് മരണം, അതിനപ്പുറം വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല. അപ്പം മമ്മി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ പോലും ചെയ്യരുത്. ദൈവത്തോട് ക്ഷമ പറഞ്ഞു. നിന്റെ വയറ്റിൽ 2 മക്കളെ തന്നപ്പോൾ നിന്റെ എല്ലാ പോരായ്മകളും കർത്താവ് നികത്തിയാണ് നിന്നെ ഇതിലേക്ക് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നീ ധൈര്യത്തോടെ പോവുക, ദൈവം നിന്റെ കൂടെയുണ്ട്, മമ്മി പ്രാർത്ഥിച്ചോളാന്ന്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണെന്ന് പോകുന്നത്. അങ്ങനെ കോട്ടയം മുതൽ എറണാകുളം വരെ ബസ്സിലിരുന്ന് ഞാൻ കരഞ്ഞു. അങ്ങനെ മെഡിക്കൽ ചെയ്തു. മെഡിക്കലിന്റെ റിപ്പോർട്ട് 4 മണിയാകും കിട്ടുമ്പോഴേക്കും. ഞാനും എല്ലാവരും മെഡിക്കലിന് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. ഞാൻ തളർന്ന് ആ ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിച്ചു, അപ്പാ ഈ മെഡിക്കൽ എനിക്ക് ഫിറ്റാക്കി തരണം. എൻ്റെ ഹൃദയം ദൈവമേ അങ്ങ് അറിയുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം, എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം. ഇത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. 4 മണിയായപ്പോൾ ആ ഡോക്ടർ എന്നെ മെഡിക്കലിന്റെ റിപ്പോർട്ടിന് വേണ്ടി വിളിച്ചു. എൻ്റെ പേര് വിളിച്ചകത്ത് കയറ്റിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നോട് പറഞ്ഞു, റോണി യു ആർ മെഡിക്കലി ഫിറ്റ്. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടറെ അത് എൻ്റെ തന്നെ, നമ്മൾ നേഴ്സുമാർക്ക് ഒരു കുഴപ്പമുണ്ട്, നമ്മൾ എന്തിനെ സംശയിക്കും, ഡോക്ടറെ അത് എൻ്റെ തന്നെയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, നീ റോണി വർഗീസ് അല്ലേ? അതെ, ഓക്കെ, നിന്റെയാണ്, നീ ഫിറ്റാണ്. രണ്ടാമത് ഒന്നുകൂടെ ചോദിച്ചു. അപ്പോഴും എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പം നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, കുവൈറ്റിൽ നിന്ന് വന്നതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ലെന്ന്. എന്നാൽ വീണ്ടും 3ാമത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടറെ എന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്, റോണി, നീ ഈ മെഡിക്കലുമായിട്ട് സൗദി അറേബ്യയിൽ ചെന്നിട്ട് നീ അൺഫിറ്റായി തിരിച്ചു വന്നാൽ നീ ഡയറക്റ്റ് ഇവിടെ വരണം, ഞാൻ എൻ്റെ ജോലി രാജിവെക്കും. ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു. ആ സമയം ആത്മാർത്ഥമായിട്ട് എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചു. ഞാൻ ആ ഡോക്ടറോട് താങ്ക്സ് പറഞ്ഞ് അവിടുന്ന് ഞാൻ ഇറങ്ങി ഓടി വന്ന് എൻ്റെ മമ്മിയെ വിളിച്ച്. ഏകദേശം 5 മണിയായി. എൻ്റെ മമ്മി ഫാസ്റ്റിങ്ങിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ഓടി വന്ന് മമ്മിയോട് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഞാൻ തിരിച്ചു വരുക, എൻ്റെ മെഡിക്കൽ ഫിറ്റ് ആണെന്ന്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കർത്താവ് അറിയുന്നു നമ്മുടെ ആവശ്യങ്ങൾ. നമ്മുടെ കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 2005 ജാനുവരി 28-ാം തീയതി ഈ സൗദി അറേബ്യയുടെ മണ്ണിൽ, ഈ GCCയിൽ, ഈ ഡിഫൻസ് ഹോസ്പിറ്റലിൽ ഞാൻ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നിന്ന് എൻ്റെ കർത്താവ് എന്നെ ഈ ദേശത്ത് കൊണ്ടുവരുവാനും ഇവിടെ ജോലി ചെയ്യുവാനും എൻ്റെ കർത്താവ് ഏകദേശം 20 വർഷമാകുന്നു എൻ്റെ ദൈവം എന്നെ ഇടയാക്കി. അത് പറയുമ്പോൾ ഒരു വാക്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ദൈവമക്കളെ, ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ കണ്ണുനീരിന് മറിഞ്ഞിരിക്കുവാൻ കഴിയുന്നവനല്ല നമ്മുടെ യേശുപ്പച്ചൻ. നമ്മളെ കേൾക്കാതെ വണ്ണം, നമ്മളെ കാണാതെ വണ്ണം കാര്യം കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്ന് ചെന്നാൽ കർത്താവ് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ,
എന്നെ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ ഏത് GCC-യിൽ നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കർത്താവ് ആ അസാധ്യത്തെയും സാധ്യമാക്കി തന്ന എന്റെ നല്ലവനായ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു അവർ ലിവിങ് ഗോഡ്. ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം, പറഞ്ഞ സെന്റൻസ് തന്നെ വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ മറന്നു പറയുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് എന്റെ സാക്ഷ്യത്തിന്റെ ആദ്യ ഭാഗം. ഇനിയും ഞാൻ എന്റെ സാക്ഷ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2019 ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് ദൈവത്തെ ആരാധിക്കാൻ ചില വർഷങ്ങൾ പോയില്ല. അത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. അതൊക്കെ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഇവിടെ ആരാധനയ്ക്ക് പോകാൻ, എൻ്റെ ബ്രദറിൻ്റെ കൂടെ പോകാൻ ഇടയാക്കി. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ബ്രദർ എക്സിറ്റ് ആയതിനു ശേഷം കുറച്ച് നാളുകൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അത് 2019 ഞാൻ എൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ എൻ്റെ ഹൃദയം വളരെയധികം ഭാരപ്പെട്ട സമയമായിരുന്നു അതൊക്കെ. കാരണം എൻ്റെ ജോലിയിൽ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും ഞാൻ ദൈവത്തോട് ആ വെക്കേഷൻ കഴിഞ്ഞ് പോരുമ്പോൾ ഞാൻ എൻ്റെ അച്ചാച്ചനുമായിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് കൈകോർത്ത് പിടിച്ച് പോരുന്ന സമയത്ത് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. എനിക്ക് ആരാധനയ്ക്ക് പോകണം, എനിക്ക് പോകണം. എന്നെ എൻ്റെ ഹോസ്റ്റലിൽ വന്ന് എന്നെ കൊണ്ടുപോകുന്ന ഒരു ഫാമിലി ആയിരിക്കണം. അത് ഞങ്ങൾ ഡിഫൻസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ആ സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു വെളിയിൽ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ. ടാക്സി എടുത്ത് പോകാൻ, ടാക്സി ഫെയർ അല്ല എൻ്റെ മാറ്റർ, എനിക്ക് പോകാൻ പേടിയായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ചാച്ചാ എൻ്റെ ഹോസ്റ്റലിൽ വന്ന് കൊണ്ടുവന്ന ഒരു ഫാമിലിയെ യേശുപ്പച്ചൻ എനിക്ക് കാണിച്ചു തരണം. ഞാൻ വളരെയധികം കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൈ കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ എന്നോട് അച്ചാച്ചൻ പറഞ്ഞു, നീ പ്രാവശ്യം ചെല്ലുമ്പോൾ ദൈവം നിനക്ക് അങ്ങനെ ഒരു ഫാമിലി ഒരുക്കി തരും, നീ ധൈര്യത്തോടെ പോയിക്കൊള്ളുക. കാരണം നാട്ടിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ വളരെയധികം ഭാരത്തോടെയാണ് ഞാൻ പോരുന്നത്. കാരണം മക്കളെയും കുടുംബത്തെയൊക്കെ വിട്ടുപോരുന്നതിൻ്റെ ഒരു ഭാരം അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. എന്നാൽ കർത്താവ് എന്നെ ധൈര്യമായി നിർത്തുവാൻ ദൈവം എന്നെ പലപ്പോഴും ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ഒരു കാര്യം കൂടെ അതിന് മുമ്പ് പറയട്ടെ. ഞാൻ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തപ്പം ഇതൊരു മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നു. പല റാങ്കുകൾ ഉണ്ടായിരുന്നു. ഞാൻ രജിസ്റ്റേർഡ് നഴ്സ് 3 എന്ന പൊസിഷനിലാണ് ഇവിടെ വന്നത്, മീൻസ് ദ ലോവസ്റ്റ് ഗ്രേഡ് നഴ്സ്. പിന്നെ എൻ്റെ കർത്താവ് എന്നെ പടിപടിയായി ഉയർത്തുവാൻ എന്നെ ഇടയാക്കി. രജിസ്റ്റേർഡ് നഴ്സ് 2 ആയി, 1 ആയി. അവിടുന്ന് എൻ്റെ കർത്താവ് എന്നെ അസിസ്റ്റന്റ് ഹെഡ് നഴ്സ് എന്ന പൊസിഷനിലേക്ക് എൻ്റെ കർത്താവ് എന്നെ ഉയർത്തി. ഞാനിത് എൻ്റെ മഹത്വം പറയാൻ വേണ്ടിയല്ല അത് പറയുന്നത്. എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് പറയാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം, അതിനു വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ എൻ്റെ ദൈവം എന്നെ അവിടെയൊക്കെ ഉയർത്തി. എല്ലാ രീതിയിലും എൻ്റെ കർത്താവ് എന്നെ കരുതി നടത്തി. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല ദൈവമക്കളെ, ഞാനൊരു ഡിപ്ലോമ നേഴ്സാണ്. ഞാൻ BSc നേഴ്സ് അല്ല, ഞാനൊരു ഡിപ്ലോമ നേഴ്സാണ്. യേശുപ്പച്ചൻ എന്നെ കരുതിയ വിധങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ, എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ഹെഡ് നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പലവിധമായ ഭാരങ്ങളിൽ കൂടെ കടന്നുപോയി. അതൊന്നും എനിക്കിവിടെ ഇതിനാൽ റിവീൽ ചെയ്യാൻ കഴിയില്ല. എന്നാലും ഞാൻ ഷോർട്ടായിട്ട് പറയട്ടെ. ആ സമയത്ത് വീണ്ടും എനിക്ക് മെഡിക്കലിന്റെ പ്രശ്നം ഉണ്ടാകുന്നതും ഈ സമയത്താണ്. അങ്ങനെ ഞാൻ വളരെയധികം ഭാരത്തോടെ, ഞങ്ങളുടെ ഇവിടുത്തെ ഡ്യൂട്ടി 12 hours ഡ്യൂട്ടിയാണ്. ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനിങ്ങനെ വളരെ ഭാരത്തോടെ എൻ്റെ റൂമിലേക്ക് നടന്നു വരും. ഏകദേശം 7 മിനിറ്റ് നടക്കണം. എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കങ്ങനെ ഒത്തിരി കൂട്ടുകാരൊന്നുമില്ല. ഞാൻ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന വളരെ സെലക്റ്റഡ് ആയിട്ടാണ് ഞാൻ. പക്ഷെ എല്ലാവരോടും മിണ്ടും. അങ്ങനെയാണ്. അങ്ങനെ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഈ സൂസനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. എൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി വിശ്വാസിയാണെന്നറിയാം. അങ്ങനെ എനിക്കറിയാം. പക്ഷെ എപ്പോഴോ ഒരു പ്രാവശ്യം എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ദിവസം പോസ്റ്റിംഗ് വന്നപ്പോൾ ഞാൻ അവളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി. അവരുടെ നമ്പറൊക്കെ എൻ്റെ ഫോണിൽ ഞാൻ മേടിച്ചു വെച്ചു. പക്ഷെ എനിക്ക് കോണ്ടാക്ട് ഒന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ വളരെ വിഷമത്തോടെ, അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, ഇവിടുത്തെ ആരാധനകളൊക്കെ വെള്ളിയാഴ്ചയാണല്ലോ. ഞാനിങ്ങനെ കരഞ്ഞ വഴിയെ പറഞ്ഞുകൊണ്ട് വരിക, കർത്താവേ എനിക്ക് ഇന്നും ആരാധനയ്ക്ക് പോകാൻ പറ്റിയില്ലല്ലോ, എനിക്കൊരു വഴി നീ തുറന്നു തന്നില്ലല്ലോ, ഇതൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് വരികയാണ്. ഒരു അപ്പനോട് മകള് പറയുന്ന പോലെ പരാതി പറഞ്ഞു വന്നപ്പോൾ സൂസൻ ദൂരെ ഒരു ബെഞ്ചിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഞാനിങ്ങനെ പെട്ടെന്ന് ആൾക്കാരുടെ മറന്നു പോകുമ്പോൾ ഞാൻ എല്ലാവരെയും വിളിക്കുന്ന, പെങ്ങളെ എന്നാ ഉണ്ട് വിശേഷം, എന്നെ അസുഖമായിരിക്കുന്നോ, എൻ്റെ സംസാരം അത്രയേ ഉള്ളത്, ആരോടും എനിക്ക് അത്രയേ ഉള്ളൂ ചോദിക്കാൻ. അപ്പം സൂസൻ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, പെങ്ങളെ നീ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ആ ചേച്ചി ഞാൻ ഇന്ന ഒരാളെ പ്രേയറിന് കൊണ്ടുപോകാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ
ആ കൂടെ തന്നെ സൂസൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഓ നിങ്ങൾ വലിയ വലിയടത്തൊക്കെ അല്ലേ പ്രാർത്ഥനയ്ക്ക് പോകത്തുള്ളൂ, നമ്മൾ വിളിക്കുന്നിടത്തൊന്നും വരത്തില്ലല്ലോ എന്ന്. ദൈവമക്കളെ, എന്റെ ഹൃദയം എത്രമാത്രം അതെനിക്കൊരു സ്പാർക്കായിരുന്നു. ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല, ശരി ബൈ എന്ന് പറഞ്ഞ്. കാരണം എനിക്കൊരു സ്വഭാവമുണ്ട്, എൻ്റെ സങ്കടങ്ങൾ ആരും അറിയരുത്. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരാളോടും തുറന്നു പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അത്രയും മാത്രം ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് നടന്നു. എൻ്റെ ഓരോ സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വെക്കുമ്പോഴും എൻ്റെ ഹൃദയം ഉള്ളിൽ ഇങ്ങനെ സന്തോഷിക്കുക, കർത്താവേ ഇവരോട് ചോദിച്ചാൽ എന്നെ കൊണ്ടുപോകുമോ. ഞാൻ എൻ്റെ റൂമിൽ ചെന്ന് ദൈവസേനയെ മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിച്ചു, അപ്പാ ഞാൻ ഇവരോട് ചോദിച്ചാൽ ഇവരെന്നെ കൊണ്ടുപോകും, ഇവര് ഫാമിലി ആണല്ലോ, പക്ഷെ ഇവര് യേശു പറയുമോ നോ പറയുമോ ഇതൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ അന്നും പ്രാർത്ഥിച്ചേച്ച് ഞാൻ കിടന്നു. വൈകുന്നേരം ആയപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് വീണ്ടും തോന്നി ഇവിടെ ഒന്ന് വിളിച്ച് സംസാരിക്കാം. അപ്പോൾ ഫോണിൽ നമ്പർ കിടക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ ഇവളുടെ സൂസന്റെ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചു. സൂസന്റെ നൈറ്റ് ഡ്യൂട്ടിയായി, എന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് വിളിക്കണം, ദാറ്റ് ഈസ് സംതിങ് പേഴ്സണൽ. അങ്ങനെ ഞാൻ പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ 3 ദിവസം സൂസനെ വെയിറ്റ് ചെയ്തു. സൂസൻ വിളിച്ചില്ല, സൂസന്റെ തിരക്കുകൊണ്ട് എന്നെ വിളിച്ചില്ല. എന്നാൽ 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ വഴിയെ തന്നെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്ത് ആ സ്ഥലത്തെത്തിയപ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഫോൺ എടുത്ത് നോക്കാൻ ഞാനിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ സൂസന്റെ നമ്പർ അതിൽ കിടക്കുന്നു. എനിക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ സൂസനെ വിളിച്ചു, സൂസ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്നെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കൊണ്ടുപോകാമോ നിങ്ങൾ പോകുന്നിടത്ത് എന്ന് ചോദിച്ചു. പിന്നെ സൂസനോടുള്ള ഒരു വാഗ്ദത്വം കൂടിയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അതിനെന്നാ ചേച്ചി ഞങ്ങൾ വരാമല്ലോ, വന്ന് കൊണ്ടുപോകാമല്ലോ. അത് സൂസനോടുള്ള ഒരു വാഗ്ദത്വമായിരുന്നു. അനേകര് ആശ്വാസമില്ലാതിരിക്കുന്നവര് താങ്ങായി തണലായി ചോദിക്കും, ആരാധനയ്ക്ക് കൊണ്ടുപോകാൻ ഫോൺ കോള് വരും നിനക്ക്. തലയാഴ്ച സൂസനോടുള്ള വാഗ്ദത്തമായിരുന്നു അത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ അത് പറയട്ടെ, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരാഴ്ചയും അവരെന്നെ വന്ന് കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കി. ഇന്നും ഏറ്റവും സന്തോഷത്തോടെ അവരുമായിട്ട് സഹകരിച്ചു പോകുവാൻ ഇത്രയും വർഷങ്ങളായി എൻ്റെ ദൈവം കർത്താവിൽ എന്നെ അനുഗ്രഹിച്ചു. അത് സൂസൻ എന്ന് പറയുന്ന വ്യക്തി, ആ ഫാമിലി അനേകർക്ക് താങ്ങാണ്, അനേകർക്ക് തണലാണ്. ഇതൊന്നും ഞാൻ പേരിന് വേണ്ടിയല്ല പറയുന്നത്, വീണ്ടും ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഞാൻ സൂസനോട് എൻ്റെ കൊച്ചു കൊച്ചു വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. എല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ല. അവിടെ നിന്ന് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഡ്യൂട്ടിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ മെഡിക്കലിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സൂസൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ചേച്ചി ആ ദിവസങ്ങളിലൊക്കെ സൂസൻ വെക്കേഷൻ ആയിരുന്നു. ചില ദിവസങ്ങൾ ഇവിടെ കിങ്ഡത്തിൽ തന്നെ വെക്കേഷൻ ആയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, ചേച്ചി ഒരു പരസ്യകോലമാകുവാൻ ദൈവം ഇടയാക്കത്തില്ല, ഞാൻ ചേച്ചിക്ക് വേണ്ടി 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാവുന്ന. ദൈവമക്കളെ, എൻ്റെ രക്തബന്ധമല്ല, എൻ്റെ ആരുമല്ല, ഒരു ദൈവ പൈതലാണ്. ദൈവം അവളുടെ ഹൃദയത്തിൽ കൊടുത്ത ആ നല്ല ചിന്തയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ അവള് എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഈ മെഡിക്കലിന്റെ പ്രശ്നങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയമാണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രശ്നങ്ങളും എനിക്കുണ്ടായി തുടങ്ങിയത്. ഞാൻ ഡ്യൂട്ടിയിൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് അതെനിക്ക് പലപ്പോഴും ദോഷമായിട്ട് വന്നിട്ടുണ്ട്. എനിവേ അതിലേക്കൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഈ സൂസൻ ഫാസ്റ്റിംഗ് ആയിരുന്ന സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇവിടെ സൂസന്റെ വീട്ടിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. പാസ്റ്റർ രാജേഷ് പെരുമ്പാവൂർ ആന്റി അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രശസ്തനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹം അവരുടെ ഭവനത്തിലേക്ക് വരുന്നു. ഇന്നിവിടെ വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ചേച്ചി വരുന്നോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ ആ ഭവനത്തിൽ കടന്നു ചെല്ലുവാനും അവിടെ ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുവാനും എൻ്റെ കർത്താവ് എന്നെ ഇടയാക്കി. ആ മീറ്റിങ്ങിൽ പറഞ്ഞത് വചനം ഇതാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞിട്ടില്ലയോ, അതായിരുന്നു സെന്റൻസ്. പിന്നെ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. ഏകദേശം 5 മിനിറ്റ് കർത്താവിന്റെ ദാസൻ വചനത്തിൽ കൂടി സംസാരിച്ചുണ്ടാവും. 5 മിനിറ്റിന് ശേഷം എല്ലാവരും ആരാധിക്കുകയാണ്. ഞാൻ അവിടെ തല കുമ്പിട്ടിരുന്ന് ഞാൻ കരയുകയാണ്. അദ്ദേഹം എൻ്റെ തലയിലേക്ക് വന്ന് കൈവച്ചിട്ട് എൻ്റെ പാസ്റ്റ്, എൻ്റെ പ്രസന്റ്, എൻ്റെ ഫ്യൂച്ചർ ഇതെല്ലാം പറയുവാൻ ദൈവമക്കളെ ഇടയാക്കി. അത് കർത്താവ് സംസാരിച്ചതാണ്. ഞാൻ വളരെയധികം നിലവിളിച്ചു, വളരെയധികം ഏങ്ങി കരഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. യേശുപ്പച്ച, എന്നെ നീ മറന്നു കളഞ്ഞോ, എന്നെ നീ കൈവിട്ട് കളഞ്ഞോ എന്ന്. ആ ചോദ്യമാണ് ആദ്യം തുടങ്ങിയത്. നീ എപ്പോഴും കർത്താവിനോട് ചോദിക്കുമല്ലോ, നീ എന്നെ മറന്നു കളഞ്ഞോ, എന്നെ കൈവിട്ട് കളഞ്ഞോ. ആളെ, നിന്നെ ദൈവം സ്നേഹിക്കുന്നു, ദൈവം നിന്നെ കരുതുന്നുണ്ട്. നീ കടന്നുപോയ വഴികള്
എല്ലാം നിന്നെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്, ഒരു പൊന്നുപോലെ എടുക്കാൻ വേണ്ടിയാണ് എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ പാസ്റ്റ് പറഞ്ഞു, എൻ്റെ പ്രസന്റ് പറഞ്ഞു, എൻ്റെ ഫ്യൂച്ചർ പറഞ്ഞു. ഞാനെല്ലാം ദൈവസന്നിധിയിൽ കേട്ടു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സൂസൻ എന്നോട് ചോദിച്ചു, ചേച്ചി പറഞ്ഞതെല്ലാം സത്യമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാം സത്യമാണ് സൂസനെ, പാസ്റ്റും സത്യമാണ്, പ്രസന്റും സത്യമാണ്. ഫ്യൂച്ചർ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, നിനക്ക് ഈ ജോലിയിൽ നിന്നൊരു മാറ്റമുണ്ടാകും. നിനക്കല്ല, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത അതിനുള്ളതല്ല. വളരെ നാളുകളായിട്ട് നിന്നെ കർത്താവ് അതിൽ ഒരുക്കിക്കൊണ്ട് വരികയാണ്. നിന്റെ അക്കോമഡേഷൻ പോലും നിനക്ക് മാറും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സൂസനോട് പറഞ്ഞു, സൂസനെ, ഞാൻ ഇപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നത് അസിസ്റ്റന്റ് ഹെഡ് നഴ്സ് എന്നൊരു പൊസിഷനിലാണ്. എനിക്ക് ഇതിന് മേളിൽ ഇനി ഒരു പൊസിഷൻ വേണ്ട. നിനക്കറിയത്തില്ലായിരിക്കും, ഡിസംബർ എന്ന് ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് പറഞ്ഞത്, ഡിസംബർ എന്നൊരു മാസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആയി പോകും. എനിക്കിനി ഇവിടെ വേണ്ട, എനിക്ക് ഈ ജോലി വേണ്ട, മതിയായി എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ പറയില്ല, കർത്താവ് ചേച്ചിയോട് ദൈവദാസനിൽ കൂടി അറിയിച്ച ദൂത് ഏറ്റെടുക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. വീണ്ടും ആ മകൾ എന്നെ ധൈര്യപ്പെടുത്തി. ഞാനത് എൻ്റെ ഒരു ഡയറിയിൽ എഴുതി വെച്ചു, ഈ കർത്താവിന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നിട്ടും എൻ്റെ ജോലിയുടെ കഷ്ടതയിലൊക്കെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഈ മെഡിക്കലിന്റെ കാര്യങ്ങൾ പ്രോബ്ലങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് മെഡിക്കൽ ഫിറ്റ് ആകുന്നില്ല. ഞാൻ പിറ്റേ ദിവസം ആ ഭവനത്തിൽ പ്രെയർ ഉണ്ടായിരുന്നു. ഈ പാസ്റ്റർ രാജേഷ് പെരുമ്പാവൂർ തന്നെ ആ മീറ്റിംഗ് ലീഡ് ചെയ്യുമായിരുന്നു. ആ മീറ്റിംഗിൽ ഞാൻ വന്നിരുന്ന് ഇങ്ങനെ കരയുകയാണ്, കർത്താവേ. അപ്പോഴും സൂസൻ പറയുന്ന ഒരു വാക്കുണ്ട്, ചേച്ചി നിന്നെ ഒരു പരസ്യകോലമായിട്ട് കർത്താവ് ഇവിടുന്ന് വിടത്തില്ല. അത് അവളുടെ വിശ്വാസത്തിന്റെ ഉറപ്പിൽ പറഞ്ഞതാണ്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, എന്നെ ഇവിടുന്ന് നാണം കെട്ട് എനിക്ക് ഇവിടുന്ന് പോവാനിടയാകരുത്. എന്റെ കർത്താവ് എന്നിൽ അങ്ങയുടെ നാമം ഉയരണം. ദൈവമക്കളെ, ഞാൻ ഒന്ന് പറയട്ടെ, കർത്താവിന്റെ ദാസിയെ ഞാൻ ഒന്ന് പറയട്ടെ. ഈ പാസ്റ്റർ രാജേഷ് പെരുമ്പാവൂർ ഇപ്രകാരം പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് അറിയത്തില്ല, ദൈവാത്മാവ് എന്നോട് പറയുന്നു. 3 പ്രാവശ്യം അദ്ദേഹത്തോട് ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചു എന്നോട് പറയാൻ, ഇനി ഒരു കുവൈറ്റ് ആവർത്തിക്കില്ല. ദൈവമക്കളെ, ഞാൻ അലറി വിളിച്ചു. അവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല, ഞാൻ കുവൈറ്റിൽ പോയ കാര്യം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ കുവൈറ്റിൽ പോയതും അവിടെ എന്ത് സംഭവിച്ചു നോക്കെ. കർത്താവിന്റെ നാമ മഹത്വത്തിനായിട്ട് ഞാൻ വീണ്ടും പറയട്ടെ, ഇനി ഒരു കുവൈറ്റ് ആവർത്തിക്കത്തില്ലെന്നാ അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞു. ഞാൻ ദൈവത്തോട് കരഞ്ഞ് ഞാൻ ദൈവത്തിനെ നെടുപാട് വീണു. എന്റെ കർത്താവ് എന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർത്ത് നോക്കിയ ദൈവമക്കളെ. കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവരോട് പറയുന്നത്, കുവൈറ്റിൽ ഇങ്ങനെ പോയി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. ഞാൻ ഏറ്റവും വിശ്വാസത്തോടെ ഞാൻ എൻ്റെ എംപ്ലോയി ഹെൽത്തിൽ ചെന്നു. എന്നോട് പറഞ്ഞു, നീ മെഡിക്കലി ഫിറ്റാണ്, നിനക്ക് ഒരു കുഴപ്പവുമില്ല എന്ന്. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇത് ഞാൻ വീണ്ടും പറയുകയാണ്. എൻ്റെ കർത്താവ് എന്നെ നടത്തിയ ആ നാളുകൾ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. സങ്കീർത്തനം 48:14. ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലേ ദൈവമക്കളെ? ദൈവം നമ്മളോട് പറഞ്ഞ വാക്കുകൾ ഓരോന്നും ദൈവം നടത്തി തരുന്നില്ലേ? എന്റെ കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചു. എന്നെ സ്നേഹിച്ച ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ വലിയവനായ ദൈവമാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഞാൻ ഇത് എംഫസൈസ് ചെയ്ത് പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇത് ധൈര്യമായി തീരട്ടെ. അങ്ങനെ എൻ്റെ മെഡിക്കൽ ഫിറ്റായി ഞാൻ അവിടെ തുടർന്ന് ജോലി ചെയ്യുവാൻ എൻ്റെ കർത്താവ് എന്നെ ഇടയാക്കി. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ മതി, നമ്മളൊന്ന് ആഴമായിട്ട് വിശ്വസിച്ചാൽ മതി. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാനെന്ന് ഇതിനു മുമ്പ് പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ ദൈവസന്നിധിയിലോട്ടൊന്ന് അടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കർത്താവ് എന്നെ അങ്ങ് ചേർത്ത് പിടിക്കുകയായിരുന്നു. ദൈവമക്കളെ, ഇത് എൻ്റെ സാക്ഷ്യത്തിന്റെ 2ാം ഭാഗം. വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ കർത്താവ് നടത്തിയ വിധങ്ങൾ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സ്ഥാനം മാറി. ആ ഡിപ്പാർട്ട്മെന്റിൽ അനുഭവിച്ച എല്ലാ കഷ്ടത്തിൽ നിന്നും ഞാൻ എക്സിറ്റ് ആയി പോകാനിരുന്ന എന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അക്കാഡമിക് അഫയേഴ്സ് ആ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഒരു ലൈഫ് സപ്പോർട്ട് ഇൻസ്ട്രക്ടർ എന്നൊരു പൊസിഷനിലേക്ക് എൻ്റെ കർത്താവ് എന്നെ മാറ്റി. ഒരു കാര്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നമ്മുടെ ദൈവം സാധിപ്പിച്ചു തരും. എൻ്റെ ചെറുപ്പത്തിലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒന്നെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആകണം, കുറഞ്ഞ പക്ഷെ ഒരു ടീച്ചറെങ്കിലും ആകണമെന്ന്. പോലീസ് ഓഫീസർ ഒന്നും ആയില്ലെങ്കിലും ഒരു ഡിഫൻസ് ഹോസ്പിറ്റലിൽ നല്ല ഒരു റാങ്കിൽ ജോലി ചെയ്യാൻ എൻ്റെ കർത്താവ് ആദ്യം എന്നെ ഇടയാക്കി. എൻ്റെ ആ കുഞ്ഞു മനസ്സിലെ ആ കൊച്ചാഗ്രഹം എൻ്റെ കർത്താവ് എന്ന് എനിക്ക് സാധിപ്പിച്ചു തരുവാൻ എൻ്റെ ദൈവം എന്നെ ഇടയാക്കി.
എന്ന് ഞാൻ നിങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ആ കൂടെ തന്നെ ഞാൻ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു, അപ്പൊ ഒന്നും ഞാൻ ചെന്നില്ല. പിന്നെ ഞാൻ അറിയാതിരുന്ന ഒരു സമയത്ത് എന്റെ യേശുപ്പച്ചൻ എന്നെ റോണിമോളെ എന്നൊരു വിളി വിളിച്ചു. ആ വിളിയിലാണ് ഇന്നും ഞാൻ സാക്ഷ്യത്തോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ചുമ്മാ പറയുന്നതല്ല ഞാനിത്. എനിക്ക് ഈ ജീവിതം വേണ്ട. എന്റെ കർത്താവ് എന്നെ ഇന്ന് ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ദൈവമക്കളെ. എന്റെ ദൈവം എന്നെ കരുതി കൊണ്ട് മാത്രമാണ് ദൈവമക്കളെ. അത് ഞാൻ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതൊരു ഉറപ്പാണ്. ഇതൊരു ഉറപ്പാണ്, ഒരു നല്ല ഉറപ്പാണ്. വിളിക്കാമെന്നല്ല പറഞ്ഞ്, ചിലപ്പോൾ വിളിച്ചേക്കാമെന്നല്ല പറഞ്ഞ്, വിളിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ പ്രോമിസ്. എന്റെ ദൈവം എനിക്കത് സാധിപ്പിച്ചു തന്ന നല്ല കർത്താവാണ്. ആ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും അറിയുകയും മാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി ഓർക്കുകയാണ്. എന്റെ അടുത്ത സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 2019 ഞാൻ സൂസനെയും ഫാമിലിയെയും കണ്ടുമുട്ടുന്നതാണ്. 2020 കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുപാട് നഷ്ടങ്ങളുടെ കഥ പറയാനുള്ളപ്പോൾ റോണിക്ക് പറയാനുള്ളത് എന്റെ ഈ നല്ല ദൈവത്തെ കുടുംബമായിട്ട് കണ്ടുമുട്ടുവാൻ എന്റെ യേശുപ്പച്ചനിടയാക്കിയ ആ നല്ല ദൈവത്തെ കുറിച്ചാണ്. ആ സാഹചര്യമാണ് ഇനി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ സൂസൻ ബിജോയ് ഈ കുടുംബത്തെ ഇന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ്. പാസ്റ്റർ ബിനി ജോൺ കൊട്ടാരക്കര, ആ സമയത്ത് നമുക്ക് പ്രയർ മീറ്റിങ്ങുകളില്ല, കൂട്ടായ്മകളില്ല, ഒന്നുമില്ല. എല്ലാം സൂമാണ്, പ്രയറാണ്, എല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഈ സൂസന്റെ ഹസ്ബൻഡ് ബ്രദർ ബിജോയ് കുര്യൻ, അദ്ദേഹത്തിന് ഒരു ലിങ്ക് കിട്ടി. പാസ്റ്റർ ബിനി ജോൺ കൊട്ടാരക്കര, എനിക്കറിയില്ല ആന്റി അദ്ദേഹത്തെ അറിയുമോ എന്ന്, പ്രശസ്തനായ ഒരു സുവിശേഷകനാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു പ്രെയർ മീറ്റിംഗ്, അതിതാണ് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ ഓർക്കുന്നത്, ഞാൻ ആ ലിങ്ക് ഇദ്ദേഹം എനിക്ക് അയച്ചു തന്നു, ബിജോയ് കുര്യൻ എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാനും ആസ് യൂഷ്വൽ ഞാനും അതിനകത്ത് കയറി. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഇതാണ് ചിന്ത, ഇത്രയൊക്കെ സഹായിച്ചു ദൈവം എന്നെ കരുതി നടത്തിയെങ്കിലും പിന്നെ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കും, എന്നാലും പിന്നെ അത്രയും അങ്ങോട്ട് അടുത്തിട്ടില്ല. എന്റെ മനസ്സിൽ ഇതാണ്, കർത്താവെ, വീട്ടിലുള്ളവർക്ക് വേണ്ടി കഷ്ടിച്ചു പ്രാർത്ഥിക്കുന്ന ഞാൻ എങ്ങനെ ഈ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? എന്നാലും ഒന്ന് കേറിയേക്കാം, കിട്ടിയതല്ലേ ലിങ്ക്. അങ്ങനെ കേറി. അപ്പോൾ ആ മീറ്റിങ്ങിലൊക്കെ കയറിയപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ സുവിശേഷം പറഞ്ഞ് വചനം പറയുന്ന ഒരു ദൈവദാസനെയാണ് എനിക്ക് അവിടെ കണ്ടുമുട്ടുവാൻ ഇടയായത്. കാരണം എൻ്റെ പപ്പയുടെ മരണശേഷം ഞാൻ എൻ്റെ പപ്പ പറഞ്ഞ് കൊടുക്കുന്ന സുവിശേഷം രീതികൾ അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ പപ്പയുടെ സമയത്തിന് ശേഷം ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന് ഞങ്ങൾ ഒരുപാട് കയ്പിൻ്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാനൊക്കെ ഇടയായി. അതിലോട്ടൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും വ്യത്യസ്തനായ ഒരു പാസ്റ്ററെ കാണുവാനിടയായി. എങ്കിലും ഇതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഇങ്ങനെ ഒത്തിരി പാസ്റ്റർമാരുണ്ട്, പല പല സൂമുകൾ നടക്കുന്നുണ്ട്. എൻ്റെ ചിന്ത അതൊക്കെയായിരുന്നു. എന്നാലും പല പല മീറ്റിങ്ങുകൾ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നി ഇദ്ദേഹം വിശ്വസ്തനായ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുവാനിടയായി. അങ്ങനെ ഇദ്ദേഹം വിശ്വസ്തനാണോ എന്ന് വീണ്ടും നമ്മൾ അറിയണമല്ലോ. അത് എൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ടാണ് അങ്ങനെ ചിന്ത വന്നത്. ഞാൻ ദൈവസന്നിധിയിൽ ഇപ്പൊ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ യൂട്യൂബ് പ്രസംഗങ്ങളെല്ലാം ഞാൻ ഓരോന്നായി കേൾക്കുവാനിടയായി. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുവാൻ എൻ്റെ കർത്താവിനെ ഇടയാക്കി. അങ്ങനെ ഈ മീറ്റിങ്ങിൽ ഞാൻ എന്നും കയറാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ബ്രദർ ബിജോയ് കുര്യൻ എന്നോട് പറഞ്ഞു, ചേച്ചി എന്നും കയറുന്നുണ്ടല്ലോ, അച്ചായനും കൂടെ ഈ ലിങ്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ബിജോയ്, വേറെ വല്ല കാര്യവും പറ. അവരൊക്കെ വലിയ ബ്രദറൻ സഭയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അതിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്, നിങ്ങൾക്ക് അറിയാൻ മേല, എനിക്കറിയാം എൻ്റെ അച്ചാച്ചനെ, അവരൊന്നും കയറത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, കയറുവോ കയറാത്തതോ അത് രണ്ടാമത്തെ കാര്യം. ഇപ്പത്തെ പോലെ ഞാൻ സൗണ്ട് എൻ്റെ ചെവിയിൽ വരുന്നു. കയറുവോ കയറാത്തതോ രണ്ടാമത്തെ കാര്യം, ചേച്ചി ഒന്ന് കൊടുക്ക്. ഞാൻ ഓക്കെ ബിജോയ് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുക്കാം, എനിക്ക് ഉറപ്പൊന്നുമില്ല, കയറിയില്ല എന്നോട് പരാതി പറയരുത്. അങ്ങനെ ഞാൻ എൻ്റെ അച്ചാച്ചനും ഈ ലിങ്ക് കൊടുത്തു. ദൈവമക്കളെ, ഞാനൊന്ന് പറയട്ടെ, എൻ്റെ കർത്താവ് എൻ്റെ അച്ചാച്ചനെ അതിനുള്ളിൽ കയറുവാനിടയാക്കി.
അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. 2016 എന്റെ മമ്മിയുടെ വീട്ടിൽ വെച്ച് ഞാൻ അവധിക്ക് ചെന്ന സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയ്ക്കൊക്കെ പെന്തക്കോസ്റ്റിലെ എല്ലാ പ്രാർത്ഥനകൾക്കൊക്കെ എന്റെ കൂടെ വരുവൊക്കെ ചെയ്യും. എന്റെ മമ്മിയുടെ വീട്ടിൽ നടന്ന ആ പ്രാർത്ഥനയ്ക്ക് എന്റെ അച്ചാച്ചൻ അവിടെ കടന്നു വരുവാനും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്നൊരു പാസ്റ്റർ ടിറ്റി മാത്യു ജോർജ് അദ്ദേഹം ഇന്നുണ്ട്. അദ്ദേഹം എന്റെ അച്ചാച്ചനോട് ദൂത് പറഞ്ഞു, നീ സ്വന്തമായതെല്ലാം വിട്ട് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ചാർച്ചക്കാരെ വിട്ട്, നിന്റെ സ്വന്തം ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുമെന്ന്. അപ്പം എന്റെ അച്ചാച്ചൻ പ്രയറൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ദൂതൊക്കെ കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോ എന്നെ തലയാട്ടിട്ട് പറഞ്ഞ, ദൂത് അങ്ങനെ പലതും പാസ്റ്റർമാര് പറയും, അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന ബിജോ ലിങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെ ഈ ലിങ്കിൽ ജോയിൻ ചെയ്യുവാൻ ഞങ്ങളും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഞങ്ങൾ എല്ലാവരും ഇതിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യാനൊക്കെ തുടങ്ങി. എല്ലാ മീറ്റിങ്ങുകൾക്കും ഞങ്ങൾ കുടുംബമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുവാനിടയായി. അങ്ങനെ 2 വർഷക്കാലം എനിക്ക് വെക്കേഷൻ പോകാനിടയായില്ല. കോവിഡ് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വെക്കേഷൻ ഇവിടുന്ന് റിലീസ് അല്ലായിരുന്നു. അങ്ങനെ വെക്കേഷനൊക്കെ പതുക്കെ തുടങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. എന്റെ കുഞ്ഞുങ്ങള് അപ്പത്തേന് 12th കഴിയാറാകും. 2 വർഷമായി നാട്ടിൽ പോയിട്ട് എല്ലാ 6 മാസം കൂടുമ്പോൾ വെക്കേഷൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഈ കാലഘട്ടത്തിൽ പോകാൻ സാധിച്ചില്ല. പക്ഷെ അവിടെയൊക്കെയും ദൈവം എന്നെ ഉറപ്പിക്കുകയായിരുന്നു. ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. യേശുപ്പച്ച, എന്റെ കുഞ്ഞുങ്ങളുടെ സ്നാനം നടന്നിട്ടില്ല. 2 മക്കളും പ്രൊഫഷണലായിട്ട് പഠിക്കാൻ പോകുന്ന സമയമായി. അതിനു മുമ്പ് അത് നടക്കണം. ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ട്. ദൈവമക്കളെ, ദൈവഹിതപ്രകാരമായിരിക്കണം എന്റെ മക്കളുടെ സ്നാനം നടക്കുന്നത്. അപ്പം ഞാൻ ഒന്നിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയല്ല അങ്ങനെ പറയുന്നു. ഒരു ചർച്ചിന് ഞാൻ ആ ബ്രദറൻ സഭയിൽ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ടായിരുന്നു. ദൈവഹിതപ്രകാരമായിരിക്കണം നടക്കുന്നത്. എനിക്കൊരു വിടുതൽ വേണം ഇവിടെ ഒന്ന്. ഈ 2 സെന്റൻസ് എന്ന് ഞാൻ അതിന്റെ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കും. അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കും എന്റെ കർത്താവിനും മാത്രമേ അറിയത്തുള്ളൂ. ഈ മക്കളുടെ സ്നാനം ആ പ്രായം വരെ ആ ചർച്ചിൽ നടന്നില്ല. അതാദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത്. സാധാരണ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് സ്നാനപ്പെടുന്നു. എന്റെ കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്നാണ് ദൈവമക്കളെ ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെയായിരുന്നു ആ 2 വർഷവും. കർത്താവ് വെച്ച എന്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ പഠിക്കാൻ പോകും, എന്റെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടണം, അത് ദൈവഹിതപ്രകാരമായിരിക്കണം. എന്റെ മമ്മിയോട് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യവും എന്റെ മമ്മിയോട് ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഷെയർ ചെയ്യും. ഗുഡ് ഓർ ബാഡ് ഞാനത് പറയുമായിരുന്നു. അപ്പൊ മമ്മി പറഞ്ഞ എല്ലാം ദൈവ ഭംഗിയായിട്ട് ചെയ്യും, നീ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. കേൾക്കണം ദൈവമക്കളെ, ഒരു ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആ തലയാഴ്ച ഞാൻ ഫാസ്റ്റിങ്ങിലായിരുന്നു. ഇവിടുന്ന് വെക്കേഷൻ പോകുന്ന സമയമായി. ഇവിടെ ലീവൊക്കെ ഇട്ടു, സാങ്ഷനായി. ഞാൻ സെപ്റ്റംബറിലാണ് ഇവിടുന്ന് വെക്കേഷൻ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അന്ന് രാവിലെ എൻ്റെ അച്ചാച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോണി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? എന്നോട് പറഞ്ഞു, നമ്മുടെ മക്കളുടെ സ്നാനം നീ വരുമ്പോൾ, ഈ പ്രാവശ്യം വരുമ്പോൾ നടക്കും. എൻ്റെ ഹൃദയത്തിൽ സന്തോഷം തോന്നി. എങ്കിലും ഞാൻ ഓർത്തു, കർത്താവേ, ദൈവഹിതപ്രകാരമാണെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഇതെന്താണാവോ? അപ്പൊ എന്നോട് പറഞ്ഞു, നമ്മുടെ മക്കളുടെ സ്നാനം നടത്തുന്നത് പാസ്റ്റർ ബിനി ജോൺ കൊട്ടാരക്കര ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ വെച്ച്? അത് അദ്ദേഹത്തിന്റെ ചർച്ച് ഓടനാവട്ടം എന്ന സ്ഥലത്താണ്. ലോഗോസ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്നാണ് അദ്ദേഹത്തിന്റെ ചർച്ചിന്റെ പേര്. പണ്ട് ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ അങ്ങ് തമിഴ്നാട്ടിലെങ്ങാണ്ടുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിച്ച് ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി. കാരണം എനിക്ക് സ്ഥലം പരിചയമില്ലായിരുന്നു. എന്റെ കർത്താവ് എത്ര വലിയവനാണെന്ന് ഓർക്കണം ദൈവമക്കളെ. എന്നോട് എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു, പാസ്റ്റർ ബിനി ജോൺ കൊട്ടാരക്കരയായിരിക്കും നമ്മുടെ മക്കളെ സ്നാനപ്പെടുത്തുന്നത്. അത് ഓടനാവട്ടം ചർച്ചിൽ വെച്ചായിരിക്കും. ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഓടനാവട്ടം ചർച്ച് എവിടാന്ന് എനിക്ക് അറിയത്തില്ല. ഈ സൂമിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം അതിയായിട്ട് സന്തോഷിച്ചു. ആ സമയം ഞാൻ ചോദിച്ചു, അച്ചാച്ച, പപ്പായും മമ്മിയും സമ്മതിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പപ്പയും മമ്മിയും സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ പോട്ടെ, അവിടെ മക്കള് സമ്മതിച്ചോ എന്ന് ചോദിച്ചു. കാരണം അവർക്ക് പെന്തക്കോസ്റ്റിന്റെ അനുഭവം എന്താണെന്ന് അറിയത്തില്ല. അവര് ബ്രദറൻ സഭയിലാണ് ഈ പ്രായം വരെ കൂടിയിരിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, എല്ലാവരും സമ്മതിച്ചു, നീ വരുന്നതെന്ന് അത് നമ്മൾ നടത്തും, അത് അവിടെ വെച്ചായിരിക്കും, നമ്മൾ അത് അറേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ കർത്താവ് എത്ര വിശ്വസ്തനാ ദൈവമക്കളെ. നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. നമ്മുടെ കർത്താവിന്റെ നാമം ഏറ്റവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇതെനിക്ക് ലജ്ജ കൂടാതെ പറയുവാൻ സാധിക്കും. എൻ്റെ കൊച്ചാഗ്രഹങ്ങളെ മനുഷ്യന്റെ ദൃഷ്ടിയിൽ, എൻ്റെ ദൃഷ്ടിയിൽ ഇതൊക്കെ അസാധ്യമായിരുന്നു. ഞാൻ പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങളും എൻ്റെ കണ്ണിന്റെ ദൃഷ്ടിയിൽ എനിക്ക് അസാധ്യമായിരുന്നു.
എൻ്റെ കർത്താവ് അതൊക്കെ സാധിപ്പിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ അവധിക്ക് ചെന്നു. ഓടനാവട്ടം ചർച്ചിൽ വെച്ച് എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ പാസ്റ്റർ ബിനി ജോൺ കൊട്ടാരക്കര ഞങ്ങളുടെ മക്കളെ സ്നാനപ്പെടുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കി. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാനിത് പറയട്ടെ. ആ ചർച്ചാണ് ഞങ്ങളുടെ മാതൃ ചർച്ചായിട്ട് ഇന്ന് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കാരണം അത്രയേറെ ആ ചർച്ചിനോടും ആ ദൈവമക്കളോടും ആ കർത്താവിൻ്റെ ദാസിനോടും ഞങ്ങളുടെ നന്ദിയെ ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ഒരു ചർച്ചാണ്. ഈ സ്നാനം നടക്കുന്നതും എൻ്റെ ചാച്ചനും ഞങ്ങൾ ബ്രദറിലായിരിക്കുമ്പോഴാണ് അവിടെ പോയി സ്നാനം നടത്തുന്നത്. എൻ്റെ സ്നാനമൊക്കെ കഴിഞ്ഞു വന്നു. വീട്ടിൽ നിന്ന് പലവിധമായ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ അതിലോട്ടൊന്നും കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു സമയമായിരുന്നത്. കാരണം ബ്രദറൻ ചർച്ച് വിട്ടു പെന്തക്കോസ്തിന്റെ ഒരു അനുഭവത്തിലേക്ക് വരുവാനൊക്കെ ദൈവം ഇടയാക്കി. ചാച്ചനെ അതിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ഇടയാക്കി. 2016 പറഞ്ഞ ദൂതാണ്, നീ നിന്റെ പിതൃഭവനത്തെ ചാർച്ചക്കാരെ വിട്ട് നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകും എന്ന് പറഞ്ഞത്. നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഞാൻ വിശ്വസ്തയല്ലായിരുന്നെങ്കിലും എൻ്റെ കർത്താവ് എന്നോട് വിശ്വസ്തത കാണിച്ചു. എൻ്റെ കർത്താവിനെ ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാനും ഒക്കെയും എൻ്റെ കർത്താവ് എന്നെ ഇടയാക്കി. എൻ്റെ കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചു. ഞാൻ ബ്രദറൻ സഭയിൽ പോയിരുന്നപ്പോൾ ഞാൻ മമ്മിയോട് വഴക്ക് പിടിച്ച സമയങ്ങളൊക്കെയും എൻ്റെ മമ്മി പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ദൈവം അറിയാതെ അല്ല നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിരിക്കുന്നത്. നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതൊക്കെ എത്രയോ അക്ഷരാർത്ഥമായിട്ട് അത് സംഭവിച്ചു എന്നാണ് ദൈവമക്കളെ ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എൻ്റെ ദൈവം ഇങ്ങനെ ഒരു പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് എൻ്റെ അച്ചാച്ചനും എൻ്റെ മക്കളുമായിട്ട് ഞങ്ങൾക്ക് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവം ഇടയാക്കുന്നു. ഇന്ന് ഞങ്ങൾ കൂടി വരുന്നത് ഒടനാവട്ടം ചർച്ചാണ് ഞങ്ങളുടെ മാതൃ ചർച്ചെങ്കിലും അച്ചാച്ചൻ്റെ ദേശത്ത് തന്നെ ഒരു IPC ചർച്ചിൽ ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുവാനും അവിടെ ആരാധിക്കുവാനും ഒക്കെയും ദൈവം ഇന്ന് ഞങ്ങളെ ഏറ്റവും ഇടയാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ അച്ചാച്ചനും മക്കളും ബാംഗ്ലൂരായിരിക്കുന്നു. മക്കളുടെ പഠനത്തോടനുബന്ധിച്ച് അവിടെ ആയിരിക്കാനും അവിടെ ലോഗോസ് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചുമായിട്ട് ചേർന്ന് അവിടെ ആരാധിക്കാൻ പോവാനും ഒക്കെ എൻ്റെ ദൈവം ഞങ്ങളെ ഇടയാക്കി. ഞാൻ ഇവിടെ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരർഹതയില്ലാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഞാൻ ഒട്ടും വിശ്വസ്തതയാൽ എൻ്റെ കർത്താവിനോട് ഞാൻ ഇല്ല. എങ്കിലും എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുകയും എൻ്റെ കർത്താവ് എന്നെ കരുതുകയും ചെയ്ത് എന്നെ താങ്ങി നടത്തിയ എൻ്റെ ദൈവം, ആ നല്ല ദൈവത്തെ കുറിച്ചാണ് ഇപ്പോഴും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തോട് പലപ്പോഴും ചോദിച്ച കാര്യമുണ്ട്. ഞാൻ ഏകദേശം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 24 വർഷമാകുന്നു. ഞങ്ങൾ ആകെ ഒരുമിച്ച് ജീവിച്ചത് 4 വർഷമാണ്. എൻ്റെ അച്ചാച്ചൻ ഇവിടെ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന 4 വർഷം. പലപ്പോഴും ഞാൻ ദൈവസ്ഥനെ കരഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ എന്നെ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി വെച്ചിരിക്കുന്നത്? എന്നെ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? കുടുംബജീവിതം ഒന്നും എനിക്ക് അങ്ങ് തരത്തില്ലേ? പല പ്രാവശ്യം ഞാൻ IELTS എഴുതി, OET എഴുതി, അത്യാവശ്യം നല്ല ഒരു രീതിയിൽ പാസ്സാകുവാനുള്ള കൃപയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവിടെയൊക്കെയും എൻ്റെ കർത്താവ് എന്നെ ഒറ്റയ്ക്കാക്കി നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ, എൻ്റെ കർത്താവിന് ഈ ദേശത്ത് എന്നെ കൊണ്ട് ചെയ്യേണ്ട ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം വളരെ വേദനയോടെ ആയിരുന്ന സമയത്ത് എനിക്ക് തന്ന ഒരു വചനമുണ്ട്. എന്നെ ഒരു കർത്താവിന്റെ ദാസനെ കൂടെ കേൾപ്പിച്ച ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, രാവിലെ ഞാൻ അന്ന് ചോദിച്ച ചോദ്യമാണ്, എന്നെ എന്തിനാ കർത്താവ് ഇങ്ങനെ ഒറ്റയ്ക്കാക്കി വെച്ചിരിക്കുന്നത്? ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണല്ലോ, എന്താ ഇങ്ങനെ? അപ്പം എനിക്ക് ആ കർത്താവിന്റെ ദാസനെ കൂടെ ഒരു വചനം, ഞാൻ അറിയത്തില്ല, അദ്ദേഹം പറഞ്ഞ ഒരു വചനം ഇതാണ്, നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നത് നിന്നോട് ഹൃദ്യമായിട്ട് സംസാരിക്കാനാണ്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ, അത് കറക്റ്റാണ്. എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട്. എൻ്റെ കർത്താവിനോട് ഞാൻ എൻ്റെ സങ്കടമൊക്കെ ഞാനിപ്പോൾ ഒരു മനുഷ്യരുടെയും മുമ്പിൽ പറയുവാൻ എൻ്റെ ദൈവം ഇടയാക്കത്തില്ല. എനിക്ക് ആരുടെയും മുമ്പിൽ കരയാതെ ഒരു ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. സഹായിപ്പാൻ കഴിയാത്ത ഈ മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്ന നല്ലത്. അത് ഞാൻ പലപ്പോഴും ആ ദൈവശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ദൈവം ഓരോ നിമിഷവും എന്നെ നടത്തുന്നു, നയിക്കുന്നു. എനിക്ക് പറയുവാനുള്ളത് ഇത് മാത്രമാണ്. എൻ്റെ കർത്താവിനെ കുറിച്ച് ഉയർത്തുവാൻ കിട്ടുന്ന ഒരു സമയവും ഞാനിപ്പോൾ വിടാറില്ല. അത് ഞാൻ ചാൻസ് ചോദിച്ച് നടക്കുവാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. എൻ്റെ അപ്പച്ചനെ കുറിച്ച് എനിക്ക് പറയണം, ഒരു മടി കൂടാതെ, ഒരു ലജ്ജ കൂടാതെ. എൻ്റെ യേശുപ്പച്ചൻ ആരാണ്? എൻ്റെ ദൈവം എന്നിൽ എന്ത് ചെയ്തു തന്നു? എന്നെ സ്നേഹിച്ച ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിൽ അസാധ്യമെന്ന് തോന്നുന്നത് എൻ്റെ കർത്താവപ്പച്ചൻ്റെ കണ്ണിൽ
സാധ്യമാണ് ദൈവമക്കളെ. നമ്മുടെ യേശുപ്പച്ചനെ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നോ മാറ്റർ ഹൗ ഡാർക്ക് ദ നൈറ്റ്, ഗെറ്റ്സ് മോർണിംഗ് ഓൾവേസ് കംസ്. രാത്രി ഒരുപാട് ഇരുട്ടായിരിക്കും ദൈവമക്കളെ, പക്ഷെ ആ ഒരു പ്രഭാതം അടുത്ത ദിവസം വരും. എന്നും നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാനല്ല. എത്ര ഇരുട്ടിന്റെ അനുഭവങ്ങളിൽ കൂടെ നീ കടന്നു പോയാലും നാളെ ഒരു പ്രഭാതമുണ്ട്, ഒരു സൺഷൈൻ ഉണ്ട്. അത് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക, അങ്ങോട്ടൊന്ന് അടുത്ത് ചെല്ലുക. അത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. കർത്താവ് അപ്പച്ചൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒക്കെ നമ്മളിൽ കൂടെ ചെയ്യും. എന്റെ ദൈവം ആരാണെന്ന് ഈ സാക്ഷ്യത്തിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എന്റെ ദൈവമെന്ന് ഞാൻ എന്തുകൊണ്ട് ഈ പേരിട്ടെന്ന് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാൾക്കെങ്കിലും ഈ സാക്ഷ്യം, എന്നെ കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഈ സാക്ഷ്യം അനുഗ്രഹമാകട്ടെ, ബലമാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു, കർത്താവിൽ ആശംസിക്കുന്നു. എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സൂസനും കുടുംബത്തിനും അതുപോലെ തന്നെ റേച്ചൽ ആൻറ്റിക്കും അതിൻ്റെ എല്ലാ കോർഡിനേറ്റേഴ്സിനും once again heart full of thanks and God bless you all. Thank you. ആമേൻ, ആമേൻ, ആമേൻ. ദേവദാസി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നാമത്തെ വാഴ്ത്തുന്നപ്പ സ്തുതിക്കുന്ന കർത്താവേ, ഈ പ്രഭാതത്തിൽ എന്റെ യേശുപ്പച്ചനെ സ്തുതിക്കുവാനും ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ പറയുവാനും എന്റെ അപ്പച്ചൻ തന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചൻ അടിയന്റെ നാവിനോട് കൂടെ ഇരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും കർത്താവെ ഇത് വിടുതലായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ കർത്താവെ അറിയുവാനും അവരുടെ ഹൃദയത്തിൽ അത് ബലപ്പെടുവാനും എന്റെ യേശുപ്പച്ചൻ ഇടയാക്കിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് റേച്ചൽ ആൻറ്റിക്കും കർത്താവെ എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എന്റെ പിതാവ് പച്ച പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസി, ദൈവം സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി അറിയിക്കുന്നു.